നമുക്ക് തുടങ്ങാം ട്ടോ. ഓക്കെ സർ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറമും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയ ഒരു അധ്യായനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ക്രൈസ്റ്റ് വോൺ സാറിന്റെ മാനസ സഞ്ചരരെ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിനായി 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ അപർണയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായന മനുഷ്യന്റെ ചിന്തയെ ആഴത്തിലാക്കുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രവൃത്തിയാണ്. ഒരു നല്ല പുസ്തകം നമ്മെ പുതിയ ലോകത്തിലേക്ക് നയിക്കുകയും ജീവിതത്തെ പുതിയ കണ്ണുകളിലൂടെ കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും കൂടിച്ചേർന്ന് നടത്തുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യം തന്നെ പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത PS മാമിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ ഹീര KS മാമിനെയും ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ലൈബ്രറിയൻ മോണിക്ക മാമിനെയും സ്വാഗതം ചെയ്യുന്നു. തന്റെ എഴുത്താനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയ പ്രിയ എഴുത്തുകാരൻ ശ്രീ ക്രൈസ്റ്റ് വോൺ സാറിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പുസ്തക നിരൂപണം നടത്തുന്ന 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനി രഞ്ജിത വർഗീസിനെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയുടെ ഭാഗമായ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു അപർണ. അടുത്തതായി പുസ്തക നിരൂപണത്തിനായി 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ സിസ്റ്റർ രഞ്ജിതയെ ക്ഷണിക്കുന്നു. താങ്ക് യു അഞ്ജന. എല്ലാവർക്കും നമസ്കാരം. മാനസ സഞ്ചരരെ എന്ന മനോഹരമായ ഈ ഒരു പുസ്തകം വായിക്കുവാനും എൻ്റെ വായനാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു അവസരം നൽകിയ SNM ട്രെയിനിങ് കോളേജിനോടും പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിനോടും സരിത മിസ്സിനോടും പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ സാറിനോടും ഹീര ടീച്ചറിനോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സർ എന്നോട് ആദ്യം ഇങ്ങനെയൊരു പുസ്തകം അതിന്റെ വായനാനുഭവം പങ്കുവയ്ക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ കോൺവെന്റിലെ പ്രെയർ ടൈം ആയതുകൊണ്ട് തന്നെ സാധിക്കുമോ എന്ന് സംശയിച്ചിരുന്നു. പക്ഷെ സാറും ടീച്ചറും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളുടെ സുപ്പീരിയർ സിസ്റ്ററോട് പ്രത്യേകം അനുവാദം ചോദിച്ചുകൊണ്ട് അതിനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. ഈ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതൊരു നിയോഗമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ സിസ്റ്റർ ആവാനുള്ള ഫോർമേഷൻ കാലഘട്ടത്തിൽ തുടങ്ങി ഇപ്പോഴും എൻ്റെ ജീവിതത്തിന് ഇൻസ്പിറേഷനും ആത്മീയ ശക്തിയും തരുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ രചയിതാവായ ബോബി ജോസച്ചന്റെ ശിഷ്യനാണ് മാനസ സഞ്ചരരെ എന്ന ഈ പുസ്തകത്തിന്റെ ശില്പിയായ ക്രൈസ്റ്റ് വോൺ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ജിത്തു ജോർജ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എൻ്റെ വായനാനുഭവം പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വിശുദ്ധനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനാണ്. ഒരു ഫ്രാൻസിസ്കൻ സഭയിലെ അംഗം കൂടിയായ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഞാൻ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നത്. അധികം ദീർഘിപ്പിക്കാതെ ഞാൻ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്.
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു തീർക്കും, ചില പുസ്തകങ്ങൾ നമ്മളെ തന്നെ വായിച്ചെടുക്കും. മാനസ സഞ്ചരരെ എന്ന ഈ പുസ്തകം രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് വായിച്ചു തുടങ്ങുമ്പോൾ നാം നിശബ്ദരാകുന്നു. 40 അധ്യായങ്ങളും 152 പേജുകളുമുള്ള ഈ ഒരു പുസ്തകത്തിന്റെ ഓരോ കുറിപ്പും ഒരു കണ്ണാടി പോലെ സഞ്ചരിച്ചിട്ടുണ്ടോ? ഇതൊരു സാധാരണ ശീർഷകമല്ല, കർണാടിക് സംഗീതത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നാദമാണ്. ശ്രീ സദാശിവ ബ്രഹ്മേന്ദ്രയുടെ ശ്യാമസാമ രാഗത്തിലുള്ള ഈ പ്രശസ്തമായ ഗാനത്തിന്റെ അർത്ഥം വളരെ മനോഹരമാണ്. ഹേ മനസ്സേ സഞ്ചരിക്കൂ, പുറത്തേക്കല്ല അകത്തേക്ക്, കാഴ്ചകളിലേക്കല്ല ബോധത്തിലേക്ക്. ഒരു രാഗം എങ്ങനെ നമ്മെ നിശബ്ദരായി കൈപിടിച്ച് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവോ, അതുപോലെ തന്നെയാണ് മാനസ സഞ്ചരരെ എന്ന ഈ പുസ്തകവും. ഈ പുസ്തകം നമ്മെ ഉപദേശിക്കുന്നില്ല, പക്ഷേ ചോദ്യം ചെയ്യുന്നു. ഇത് നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല, കണ്ണാടി കാണിക്കുന്നു. ഇത് ഉയർന്ന ഭാഷയിൽ സംസാരിക്കുന്നില്ല, സാധാരണ ജീവിതത്തിന്റെ സംഭവങ്ങളിലൂടെ ആഴത്തിലുള്ള സത്യങ്ങൾ തുറന്നു കാണിക്കുന്നു. ഈ കൃതിയിലെ ഓരോ ഭാഗവും സ്വതന്ത്രമായ ധ്യാന ചിന്ത പോലെയാണ്. ചെറുതായ വാക്യങ്ങളിലൂടെ വലിയ സത്യങ്ങൾ തുറന്നു കാട്ടുന്നു. വായനക്കാരനെ നിർബന്ധിത നിഗമനങ്ങളിലേക്ക് നയിക്കാതെ സ്വയം ചിന്തിക്കാൻ ക്ഷണിക്കുന്ന ഒരു തുറന്ന ശൈലിയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. കവിതാത്മകതയും ആത്മീയ നിസ്സംഗതയും ഒരുമിക്കുന്ന ലളിതമായൊരു ഭാഷയാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത. ജീവിതത്തിന്റെ സൂക്ഷ്മാനുഭവങ്ങളിൽ നിന്ന് ആത്മീയ സത്യങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് എഴുത്തുകാരൻ ഇവിടെ നടത്തുന്നത്. ഈ ബുക്ക് വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ഏതാനും ചില ചിന്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അതിന്റെ സമർപ്പണ ഭാഗത്തായി നമുക്ക് കാണുവാൻ സാധിക്കും, സ്നേഹം ധരിച്ച് നഗ്നനായവന്റെ ഓർമ്മയിൽ. ഈ വാക്കുകൾ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ ആത്മാവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. നഗ്നത ഇവിടെ ദാരിദ്ര്യമല്ല, അത് വിമുക്തിയാണ്. സ്നേഹം മാത്രം ധരിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ ധൈര്യം. തന്റെ അപ്പന് ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു നൽകി ദൈവത്തെ തന്റെ സ്വന്തം അപ്പനായി സ്വീകരിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയാണ് എഴുത്തുകാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ലോകം മുഴുവൻ ഉപേക്ഷിച്ചവനല്ല ഫ്രാൻസിസ്, ലോകത്തിന്റെ ഭാരങ്ങൾ കളഞ്ഞവനാണ്. എഴുത്തുകാരൻ നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ ധരിക്കുന്നത് എന്താണ്? അത് പദവിയാണോ, പ്രശസ്തിയാണോ, അറിവോ, അല്ലെങ്കിൽ സ്നേഹമാണോ? ഈ ഒരു ചിന്തയാണ് എഴുത്തുകാരൻ ഈ ഭാഗത്തിലൂടെ കോറിയിടുന്നത്. പക്ഷിമാനസം എന്ന മറ്റൊരു അധ്യായത്തിൽ ഭയം അതിജീവനത്തിന്റെ റഡാറാണ് എന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭയം എന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് അനുഭവമായി തോന്നാറുണ്ട്. പക്ഷെ ഗ്രന്ഥകാരൻ പറയുന്നത് പോലെ ഭയം അതിജീവനത്തിന്റെ റഡാറാണ്. ഭയം നമ്മുടെ മുന്നിലുള്ള അപകടങ്ങളെ മനസ്സിലാക്കാനും അതിജീവിക്കാൻ വഴികൾ കണ്ടെത്താനും സഹായിക്കുന്ന സെൻസറുകളാണ്. ഭയം നമ്മുടെ ഉള്ളിലെ രക്ഷകനെ പോലെ പ്രവർത്തിക്കുന്നു. ഭയം നമ്മെ കീഴടക്കാതെ ഭയത്തെ നമുക്ക് കീഴടക്കാൻ സാധിച്ചാൽ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകുമെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നാം കാണുന്നു, സംശയം ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ എഴുത്തുകാരൻ ഡൗട്ടിംഗ് തോമസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. തൊട്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശിഷ്യനാണ്
വിശുദ്ധ തോമസ്. സംശയം വിശ്വാസത്തിന്റെ ശൃംഖലയിൽ ഒരു ഘടകമാണ്. പലപ്പോഴും സംശയം ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയി മാത്രം കാണുന്നു. പക്ഷെ ഗ്രന്ഥകാരൻ പറയുന്നു, ചോദ്യം ചോദിക്കാത്ത മനസ്സ് യഥാർത്ഥത്തിൽ പഠിക്കുന്നതിലും തീവ്രമായ തിരിച്ചറിവിലും എത്തില്ല. സംശയിക്കുന്നതിലൂടെ, ചോദിക്കുന്നതിലൂടെ, തിരഞ്ഞു പിടിക്കുന്നതിലൂടെ മാത്രമേ സത്യത്തോട് അടുക്കുവാൻ കഴിയൂ. സംശയം വിചാരശേഷിയുടെയും ജ്ഞാനത്തിന്റെയും ഒരു സൂചനയാണ്. അത് നമ്മെ നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു. എന്നെ ആകർഷിച്ച മറ്റൊരു ഭാഗമാണ് പാസ്റ്റ് ഈസ് എ പ്ലേസ് ഓഫ് റെഫറൻസ്. ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കാതെ ഇന്നിന്റെ ലോകത്തിൽ ജീവിക്കുക, ഇന്നത്തെ സന്തോഷത്തിലായിരിക്കുക. ഭൂതകാലം എപ്പോഴും ഒരു റെഫറൻസ് മാത്രമായിരിക്കണം എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളിലും പ്രശ്നങ്ങളിലും തങ്ങി നിൽക്കുമ്പോൾ ഇന്നിന്റെ സന്തോഷവും അതിന്റെ അവസരങ്ങളും നമുക്ക് നഷ്ടമാകുന്നു. നമ്മുടെ പാസ്റ്റ് വെളിച്ചം തരുന്ന ഒരു സൂചികയാണ്. പക്ഷേ അതിൽ തങ്ങി നിൽക്കാതെ അതിന്റെ വെളിച്ചത്തിൽ ഇന്നുള്ള അവസരങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്ന് ഗ്രന്ഥകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരധ്യായത്തിൽ ഫലം നൽകാത്തത് കൊണ്ട് ക്രിസ്തു ശപിച്ച് കരിഞ്ഞുപോയ അത്തിമരത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ശാപമേറ്റ് പാഴ്ത്തടിയായ ഈ മരമാണ് പിന്നീട് ക്രിസ്തുവിന്റെ കുരിശ് തീർത്തതെന്നും അനുഗ്രഹത്തിന്റെ അടയാളമായി മാറിയതെന്നും പറയപ്പെടുന്നു. ശാപങ്ങളും വേദനകളും കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന ചിന്തയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാത്തിനും ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ടെന്ന് ചുരുക്കം. പ്രതിസന്ധികളും പരാജയങ്ങളും വരുമ്പോൾ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ഇതിലും നല്ലതെന്തോ നമുക്കായി ഈശ്വരൻ കരുതി വച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്കിവിടെ ലഭിക്കുക. പലപ്പോഴും നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും നിരാശപ്പെട്ടു പോകുന്ന നമുക്ക് പ്രത്യാശയുടെ വെളിച്ചം പകരുന്നതാണ് ഈ ഭാഗം. God has planned something better for us. പിന്നീട് വരുന്ന 2 മീൻ എന്ന അധ്യായത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നു, നിശബ്ദതയും ഉപവാസവും അക്ഷരവും ആഹാരവും ചേർന്ന് ജീവനെ ലോകത്തോട് വെളിപ്പെടുത്തുന്നു. ഒരു ജീവന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനമാണ് അക്ഷരവും ആഹാരവും. വിശക്കുന്നവന് അന്നം പകരാനും അജ്ഞന് വിദ്യ പകരാനും സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. വിദ്യ പകരുക എന്ന വലിയ പുണ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികളുമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടുമിക്കവരും. ഈ ഒരു കർമ്മത്തിന്റെ പവിത്രത മനസ്സിലാക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. മറ്റൊരധ്യായത്തിൽ ഓരോ യാത്രയിലും മറ്റൊരാളുടെ സാന്നിധ്യം, ഒരു സഹയാത്രികന്റെ പ്രാധാന്യം ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നു. സഹയാത്രികന് സ്നേഹപൂർവം എന്നത് ഒരു ലിറ്റററി ഫ്രേസ് അല്ല. കൃഷ്ണനെയും അർജുനനെയും പോലെ, ഡേവിഡിനെയും ജോനാഥനെയും പോലെ നല്ല സഹയാത്രികർ, നല്ല ബന്ധങ്ങൾ നമ്മുടെ ജീവിതയാത്രയ്ക്ക് വെളിച്ചം പകരുന്നു. മറ്റൊരു ഭാഗത്ത് നാം കാണുന്നു, കൈയക്ഷരം മോശമായതുകൊണ്ട് അപമാനിക്കപ്പെട്ട ബാല്യകാല സ്മരണകൾ ഗ്രന്ഥകാരൻ തുറന്നു പറയുന്നത്. ഒരാളുടെ പ്രതിഭ, അയാളുടെ കഴിവ്, മഹത്വം എന്നിവ പുറമേ കാണുന്ന രീതിയിലല്ല, ഉള്ളിലുള്ളതിന്റെ, അതായത് കാതലിന്റെ അടിസ്ഥാനത്തിലാണ്. ഹാൻഡ് റൈറ്റിംഗ് മോശമായതു കാരണം നന്നായി പഠിക്കുമായിരുന്നിട്ടും മോശം മാർക്ക് ലഭിച്ചിരുന്ന ഒരു കുട്ടിയെപ്പറ്റി സരിത മിസ് ഞങ്ങളോട് പറഞ്ഞത് ഞാനിവിടെ ഓർക്കുകയാണ്. ഒരാളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസവും പരിശ്രമവും പ്രതിഭയും തിരിച്ചറിയാൻ അധ്യാപകർക്കു നിരീക്ഷണ പാടവം, അതില്ലാത്ത അനുസരണം അപകടകരമാണ്. അതുപോലെ തന്നെ ആത്മാവിനെ അറിയാത്ത ആത്മസമർപ്പണവും. ജീവിത വിജയത്തിന് ഒബ്സർവന്റ് ഒബീഡിയൻസ് അത്യാവശ്യമാണ്, ബ്ലൈൻഡ് ഒബീഡിയൻസ് അല്ല. ഡെഡിക്കേഷൻ,
അതായത് സമർപ്പണം എന്നത് ഒറ്റയ്ക്കല്ല, അവിടെ നിരീക്ഷണവും ജാഗ്രതയും കൂടെ ഉണ്ടാവണം എന്ന് ഈ പുസ്തകം നമ്മളോട് പറയുന്നു. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രതീക്ഷ പകരുന്ന ഒരു രോഗമാണ്. അങ്ങനെ ഒരു രോഗി മതി 1000 പേരെ സുഖപ്പെടുത്താൻ. മുറിവുകളുടെ പ്രകാശം നമ്മിൽ കടക്കുന്നു. പ്രതീക്ഷയുടെ ചിറകിൽ സ്വപ്നങ്ങൾ വളർത്താൻ ജീവിതത്തിലെ മുറിവുകളും പാടുകളും വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഗ്രന്ഥം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. യഥാർത്ഥ ആനന്ദത്തെ പറ്റി പറയുന്ന മറ്റൊരു അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണുവാൻ സാധിക്കും. ബോധവും ആനന്ദവും ചേരുന്ന സ്വരൂപമാണ് ചിദാനന്ദ രൂപം. അതിലേക്ക് ഉണരലാണ് സാക്ഷാത്കാരം. അകത്തും പുറത്തും ആനന്ദം. സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിരിക്കുവാനുള്ള ഉദ്ബോധനമാണ് എഴുത്തുകാരൻ ഇവിടെ കോറിയിടുന്നത്. തിരക്കുകളുടെയും വിർച്വൽ വേൾഡിന്റെയും ഇന്നത്തെ ലോകത്തിൽ യഥാർത്ഥ ആനന്ദം നമുക്ക് നഷ്ടപ്പെടുന്നു. നൈമിഷികമായ സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്ന ഇന്നത്തെ സാഹചര്യങ്ങൾ യഥാർത്ഥ ആനന്ദത്തെ തട്ടിത്തെറിപ്പിക്കുന്നു. ഒരു യുവ കാഷായ വസ്ത്രധാരിയോട് ഒരു യാത്രക്കാരി ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര നേരം ആനന്ദത്തിൽ കണ്ണടച്ചിരിക്കാൻ കഴിയുന്നത്? അപ്പോൾ അവർ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. മൊബൈലിന്റെ ചാർജ് തീർന്നു മാഡം. കയ്യിലിരിക്കുന്ന ഈ കൊച്ചു ഉപകരണത്തിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങിപ്പോകുന്നതിനെ ഈ കഥയിലൂടെ എഴുത്തുകാരൻ എടുത്തുകാട്ടുന്നു. നൈമിഷിക സുഖങ്ങളെക്കാൾ യഥാർത്ഥ ആനന്ദം കണ്ടെത്താൻ നമ്മെ ഗ്രന്ഥകാരൻ വെല്ലുവിളിക്കുകയാണിവിടെ. ഏറെ കാലിക പ്രസക്തിയുള്ള മറ്റൊരു വിഷയം സംസാരിക്കുന്ന ഒരു ഭാഗം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചതാണ്. സ്ത്രീ സുരക്ഷ പൂർത്തിയാക്കുന്നത് അവൾ അഭ്യാസം പഠിക്കുമ്പോഴല്ല, മറിച്ച് നമ്മുടെ ആൺകുരുന്നുകൾ പുഴുക്കുത്തില്ലാതെ വളരുമ്പോഴാണ്. പലപ്പോഴും സുരക്ഷയ്ക്ക് വേണ്ടി പെൺമക്കളെ അഭ്യാസമുറകൾ പഠിപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും. സ്ത്രീ സുരക്ഷ മാത്രമല്ല, ആൺകുട്ടികളുടെ ബാല്യകാല വളർച്ചയും സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. നല്ല ആൺമക്കളുടെ സമൂഹത്തിൽ പെൺമക്കൾ എന്നും സുരക്ഷിതരായി ലെസൺസ് ഫ്രം എ പെൻസിൽ എന്നൊരു ഭാഗം അവസാന ഭാഗത്തായി നാം കാണുന്നു. പെൻസിൽ വെട്ടി ഉപയോഗിക്കുന്നത് പെൻസിലിന് ദുരിതമാണ്, പക്ഷെ അതിനുമപ്പുറം അതിന് വ്യക്തത ഉണ്ടാവുന്നു. അതുപോലെ തന്നെ വേദനകളും ദുഃഖങ്ങളും നമ്മെ ഷാർപ്പാക്കി മാറ്റുന്നു. പെൻസിലിന് തെറ്റിപ്പോയവ തിരുത്താം, അതുപോലെ ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ നാമും മടിക്കേണ്ടതില്ല. പെൻസിലിന്റെ പ്രധാന ഘടകം ഉള്ളിലുള്ള ഗ്രാഫൈറ്റ് ആണ്, പുറമേയുള്ള തടിക്കഷ്ണമല്ല. നമ്മുടെയും ഉള്ളിലെ ഉണ്മയെ കണ്ടെത്തുക എന്നതാണ് പ്രാധാന്യം. പെൻസിൽ പലപ്പോഴും ഒരടയാളം അവശേഷിപ്പിക്കും. അതുപോലെ ചെയ്യുന്ന എന്തിലും നമ്മുടെ കയ്യൊപ്പ് നമുക്കും അവശേഷിപ്പിക്കാം. ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. മാനസ സഞ്ചരരെ എന്ന ഈ കൃതി വെറും ഒരു പുസ്തകമല്ല, അത് ഒരു യാത്രയാണ്. ജീവിതത്തിന്റെ അകത്തെ വെളിച്ചം, വേദനയുടെ അർത്ഥം, ഭയം, സ്നേഹം, ആത്മാവിന്റെ വളർച്ച എന്നിവയുടെ ഒരു അനുഭവ പദ്യം. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യത്തിൽ കണ്ണു നിൽക്കുകയും മനസ്സ് അതിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം എനിക്ക് ഈ ബുക്കിൽ നിന്ന് ലഭിച്ചു. ആദ്യം ഈ പുസ്തകം കയ്യിലെടുത്തപ്പോൾ ഇതൊരു സാധാരണ ആത്മചിന്താ പുസ്തകമാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കുറച്ച് വായിച്ചു തുടങ്ങിയപ്പോൾ ഇത് വായിക്കുവാനുള്ള പുസ്തകമല്ല, മറിച്ച് നിർത്തി ചിന്തിക്കേണ്ട പുസ്തകമാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ ഉള്ളിലേക്കൊരു യാത്രയുടെ തുടക്കമായിരുന്നു. നമ്മളോട് സംസാരിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ശബ്ദമുള്ള ലോകത്തിൽ നിശബ്ദതയുടെ സൗന്ദര്യം സമ്മാനിക്കുന്ന ഒരു പുസ്തകം. ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, തിരുത്തുന്നു.
ഇത് വായിച്ചു തീരുന്ന ഒരു പുസ്തകമല്ല, മറിച്ച് ചിന്തിച്ചു തുടരേണ്ട ഒരു അനുഭവമാണ്. നന്ദി. ലളിതവും വിശാലവുമായ ഒരു പുസ്തക അവലോകനത്തിന് നന്ദി പറയുകയാണ്. താങ്ക് യു സിസ്റ്റർ രഞ്ജിത. ഇന്ന് നമ്മുടെ കൂടെ സാന്നിധ്യം അറിയിക്കുന്ന മാനസസഞ്ചരരെ എന്ന കൃതിയുടെ രചയിതാവ് ജെ ക്രൈസ്റ്റ് വോൺ സാറിനെ വിനീതമായി പരിചയപ്പെടുത്തുന്നു. ജെ ക്രൈസ്റ്റ് വോൺ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജിത്തു ജോർജ് എന്നതാണ്. ക്രൈസ്റ്റ് വോൺ എന്ന പേരിൽ തന്നെ ഒരു കൗതുകം തോന്നാറുണ്ട്. അദ്ദേഹം തന്നെ തന്റെ പുസ്തകത്തിലൂടെ ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ ആരുടെ സ്വന്തമാണ് എന്ന ധ്യാനചിന്തയിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വന്തം എന്ന് അർത്ഥമുള്ള ക്രൈസ്റ്റ് ഓൺ എന്ന തൂലികാ നാമം പിറന്നത്. ആദ്യകാല മൊബൈൽ മലയാള എഴുത്തുലിപികൾ ഓണിനെ വോണാക്കി മാറ്റി. പിന്നീട് അത് തന്നെ തുടർന്നു. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സ്വദേശിയായ ഇദ്ദേഹം IHRDയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. വിവിധ വേദികളിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിൽ ജോലി ചെയ്യുകയും കുടുംബസമേതം താമസിക്കുകയും ചെയ്യുന്നു. മാനസസഞ്ചരരെ എന്ന ധ്യാനചിന്ത പുസ്തകത്തിലൂടെ തന്റെ ആത്മീയതയും ജീവിത ദർശനവും വായനക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപാടിയെ സമ്പന്നമാക്കാൻ സമയം കണ്ടെത്തി പങ്കുചേർന്ന ജെ ക്രൈസ്റ്റ് വോൺ സാറിനെ തന്റെ എഴുത്താനുഭവങ്ങളും ഒപ്പം ജീവിതാനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. മക്കളെ, താങ്ക്സ് ഫോർ ദിസ് ടൈം. ശരിക്കും ഇത് അർഹിക്കുന്ന ഒരു കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ബാധ്യത നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളിങ്ങനെ നല്ലൊരു വായന ഗ്രൂപ്പ് കൊണ്ട് നടക്കുന്നതും കൃഷ്ണകുമാർ സാറും ഹീര മിസ്സും നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്ത ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി സ്നേഹം. ഇത്തവണ അങ്ങനെ എൻ്റെ പുസ്തകം എടുത്തതിന് ഒത്തിരി നന്ദി. അതിനൊരു വലിയ ഡിമാൻഡൊന്നും ചെയ്യാനുള്ള ഒരു വർക്കൊന്നുമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കൊണ്ട് നമ്മളിൽ കൂടെ അത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ കൂടെ അത് ഒഴുകി വന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അതിൻ്റെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് എന്തായാലും എന്നിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓൺ പേരിൽ പോലും എഴുതാനായിട്ട് ശരിക്കും ധൈര്യമുള്ള ഒരാളല്ല ഞാൻ. അതിനൊരു ക്വാളിറ്റി ഉള്ള ഒരാളല്ല. ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോളിപ്പം ഓൾറെഡി അഞ്ജന മോളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്നെക്കുറിച്ച് ഞാൻ കട്ടപ്പനയെ ജനിച്ചത്. കട്ടപ്പന ഒരു ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഈ ഇടുക്കിയുടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഏകാന്തത ജനിച്ച ഒരാളാണ് ഞാൻ. മമ്മി അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ ഇപ്പം വീട്ടിൽ നിന്ന് ഒരു ബസ് കയറുന്ന സ്ഥലത്തേക്ക് ചെല്ലണമെങ്കിൽ ഒരു 20-25 മിനിറ്റ് നടപ്പിൽ, ഒരു 3 കിലോമീറ്ററിന്റെ നടപ്പിലുണ്ട്. അപ്പൊ അത്രയും ഉൾക്കാടിന്റെ അകത്താണ്. അതായത് ഇടുക്കിയുടെ ക്യാച്ച്മെന്റ് ഏരിയ എന്ന് പറയും. ഇടുക്കിയുടെ വാട്ടർ ബേസ് കയറി കിടക്കുന്ന ക്യാച്ച്മെന്റ് ഏരിയയിലാണ് വീടിരിക്കുന്നത്. അവിടെ നല്ല ഏകാന്തതയായിരുന്നു, നല്ല ശാന്തത ഉണ്ടായിരുന്നു, നല്ല സൈലൻസ് ഉണ്ടായിരുന്നു. ആ സൈലൻസിലാണ് നമ്മൾ രൂപപ്പെട്ടത്. നമ്മുടെ ചെറുപ്പം തൊട്ട് തന്നെ 10-30 വർഷത്തോളം അവിടെ തന്നെ ജീവിച്ചത്. അപ്പം അന്നത്തെ വന്യജീവികളുടെ ആക്രമണവും ഏകാന്തതയും ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലവും ഒക്കെ നോക്കുമ്പോൾ എൻ്റെ മമ്മിക്ക് അതിൽ നിന്ന് സർവൈവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. മമ്മി ഭക്തയായിരുന്നു. മമ്മി നല്ല ഈശ്വര വിശ്വാസിയായിരുന്നു. മമ്മി ചെറുപ്പം തൊട്ടേ മമ്മി എന്ത് കാണിച്ചു തന്നിട്ടുണ്ട്? മമ്മി നമ്മളെ ഒരു പുറത്തുള്ള ദൈവത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾക്ക് രക്ഷകനാകുന്ന ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിന്റെ അകത്തൂടെ കടന്നു വരുന്ന കാര്യങ്ങളെ ഒക്കെ മമ്മി നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പക്ഷെ അപ്പ നേരെ തിരിച്ചായിരുന്നു. അപ്പൊ നേരെ വേറൊരു വഴിക്കായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷെ അപ്പ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ 2 കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. 2, മനുഷ്യരെ കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു സെക്കൻഡ്, ഇവിടെ എന്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അപ്പ ഇങ്ങനെ മനുഷ്യരെ കാണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മമ്മി ഇങ്ങനെ പുറത്തുള്ള ദൈവത്തെ കാണാൻ സഹായിച്ചിട്ടുണ്ട്.
ഈ വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഇൻസിഡന്റുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് അഡപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഫോം ചെയ്യുന്ന രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഗുരുക്കന്മാർ എപ്പോഴും പറയും. ഒന്ന് നമുക്ക് സ്നേഹം തന്നവരും, രണ്ട് നമ്മളെ സ്നേഹം നിഷേധിച്ചവരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടുകയും നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ചൈൽഡ്ഹുഡ് ട്രോമകളും എല്ലാം ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ യൗവനത്തിലേക്ക് വരുന്നു. യൗവനത്തിൽ നമുക്ക് അറ്റാച്ച് ആവാൻ പറ്റുന്ന ഒരാളുമായിട്ട് അതിഭീകരമായ രീതിയിൽ അറ്റാച്ച് ആവുന്നു. അതിനുശേഷം വീണ്ടും ഏകാന്തതയിലേക്ക് തള്ളപ്പെടേണ്ടി വരുന്നു. അപ്പൊ ആ ഒരു ഏകാന്തത നമുക്ക് തന്ന ഒരു ഭാരത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അതിഭയാനകമായ, ഇത്രയും കാലം നമ്മളൊരു കാട്ടിൽ അനുഭവിച്ച ഏകാന്തതയേക്കാൾ കൂടുതൽ വലിയൊരു ഏകാന്തത നമ്മുടെ അന്തരംഗത്തിൽ അനുഭവിക്കേണ്ടി വന്നൊരിതാണ്. ആ അന്തരംഗത്തിൽ അനുഭവിച്ച കാലത്തെ കുറെ വർഷങ്ങളോളം ഇങ്ങനെ ചുമക്കേണ്ടി വന്നു. അപ്പൊ ആ ഒരു വലിയ ട്രോമയെ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആത്മീയതയായിരുന്നു. സ്പിരിച്വാലിറ്റി തേടിപ്പോവുക, കാരണം തേടിപ്പോവുക എന്നുള്ള, നമ്മളെല്ലാവരും പറഞ്ഞ അച്ഛനെ തേടിപ്പോവുക എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. അങ്ങനെ നാട്ടിൽ തന്നെയുള്ള സാത്വികരായ കുറച്ച് മനുഷ്യരെ കണ്ടുമുട്ടാൻ ഭാഗ്യമുണ്ടായി. ആ സാത്വികരായ മനുഷ്യരൊക്കെ കൂടി നമ്മളെ ആത്മീയതയിലേക്ക് ഒന്ന് ഫോം ചെയ്തു. അങ്ങനെ നമ്മൾ ബോബിച്ചൻ്റെ അടുത്ത് ഗുരുവായ ബോബിച്ചൻ്റെ അടുത്ത് എത്തുന്നു. ബോബിച്ചനെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഗുരുക്കന്മാരുടെ കൂട്ടത്തിലുള്ള യാത്ര നമുക്ക് അകത്തുള്ള ദൈവത്തിനുള്ള വാക്കിന് ഇച്ചിരി മാറ്റി ദൈവത്വത്തെ കാണിച്ചു തരാൻ തുടങ്ങി. അപ്പം മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞൊരു ശ്ലോകം നമുക്കത് അന്വർത്ഥമായി മാറുന്നൊരു സാഹചര്യം ജീവിതത്തിലുണ്ടായി. മാതാവ് പുറത്തുള്ള ദൈവത്തെ കാണിച്ചു തന്നു, അപ്പനും അമ്മയും അപരനെ കാണിച്ചു തന്നു, അമ്മ ദൈവത്തെ കാണിച്ചു തന്നു, അപ്പൻ അപരനെ കാണിച്ചു തന്നു, ഗുരു അകത്തുള്ളയാളെ കാണിച്ചു തന്നു. അപ്പം ഇങ്ങനെ കിട്ടിയ ഒരു ചെറിയ ഒരു തരിയിലേക്ക്, ഒരു ചെറിയ തരിവട്ടത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് യാത്ര തുടങ്ങുമ്പോൾ ഒരുപാട് നിശാശലഭങ്ങൾ വരികയും നമ്മുടെ ഈ ചെറിയ തിരിയെ ഊതിക്കെടുത്തുകയും ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ചിറകിട്ടടിക്കുകയും ഊതിക്കെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നമ്മൾ വീണ്ടും ഇരുട്ടിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ എപ്പോഴും പോയി ഗുരുവിനെ ആശ്രയിക്കുക എന്നുള്ള കാലം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പം ഗുരു നമ്മളോട് തന്നെ പറഞ്ഞു വരുന്നുണ്ട്, മോനെ സ്വന്തം പ്രകാശത്തിൽ നടക്കുക, സ്വന്തം ചിറകുകളെ വിരിക്കുക, ഇങ്ങനെയൊക്കെ. പക്ഷെ പറ്റണില്ല. അപ്പൊ ഇങ്ങനെ ലോങ് ടേം ഡിപ്രഷനിലേക്കോ ലോങ് ടേം സപ്രഷനിലേക്കോ ഒക്കെ പോകുന്നൊരു കാലം ഉണ്ടായി ജീവിതത്തിൽ. അങ്ങനെ ഒരു കാലത്തിരുന്നപ്പോൾ ഗുരുബോധം പറഞ്ഞ ഒരു കാര്യമാണ്, മോനെ റൈറ്റിംഗ് ഈസ് എ ഹീലിംഗ്. എഴുതുക എന്നുള്ളത് ഒരു സൗഖ്യ പ്രവൃത്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പം ഒരു കഥ ഒരു ദിവസം കേൾക്കാനിടയായി. ആ കഥയെന്ന് പറയുന്നത് 30ാമത്തെ പേജിലുണ്ട്. ആ പുസ്തകത്തിന്റെ ഭൂതകഥ എന്നുള്ള ചാപ്റ്ററിലുണ്ട്. അത് യദാമുറൈ വീരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരന്റെ പ്രശസ്തമായ ബാബായി എന്നൊരു കഥയാണ്. ഈ ബാബായി എന്ന് പറഞ്ഞാല് അച്ഛൻ എന്നൊരു അർത്ഥമാണ് ശരിക്കും അതിന് വരുന്നത്, ബാബായി. അപ്പം ഈ കഥ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഒരിടത്തൊരു ഖനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആ ഖനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വീട്ടിൽ വരാൻ അവസരം കിട്ടിയിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം അയാളുടെ ഭാര്യ പ്രഗ്നന്റ് ആയി. അയാൾക്ക് ഇരട്ടക്കുട്ടികളുണ്ടായി. ഈ ഇരട്ടക്കുട്ടികളെ കാണാനായിട്ട് വരുന്ന വഴിക്കൊരു ദുരന്തം സംഭവിച്ചു. ഈ ഇരട്ടക്കുട്ടികളെ തന്നിട്ട് അമ്മ കാലം കടന്നുപോയി. അപ്പൊ ഇയാൾക്ക് ഖനിയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വരേണ്ടി വന്നു. അപ്പൊ അന്നത്തെ ഗതികേടുകളുടെ കാലത്ത് ഈ കുഞ്ഞുങ്ങളെയും കൂട്ടി തിരിച്ചു പോകേണ്ട ഒരവസ്ഥ, ഇവിടെ ആരും നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവുന്നു. അയാൾ ഒരു ട്രെയിനിൽ തിരിച്ച് ഖനിയിലേക്ക് യാത്ര ചെയ്യുകയാണ് 2 കുഞ്ഞുങ്ങളെയായിട്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അയാൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിലൊരു കുട്ടി മരിച്ചുപോയി. അപ്പൊ ഈ യാത്രയിൽ ഈ കുട്ടിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഡെഡ് ബോഡി ചുമക്കാൻ പറ്റില്ല ഒരു പരിധി കഴിഞ്ഞിട്ട്. അപ്പൊ ഇയാളൊരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഈ മരിച്ചുപോയ കുട്ടിയെ ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് വരുമ്പം നദിയിലേക്ക് എറിഞ്ഞു കളയും. അങ്ങനെ അയാൾ കാത്തിരുന്ന് അയാളൊരു സ്ഥലം വന്നപ്പോൾ ഓടിപ്പോയി മരിച്ചുപോയ കുട്ടിയെന്ന് വിചാരിച്ച് ഒരു കുട്ടിയെ എടുത്തെറിഞ്ഞു. തിരിച്ചു വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ എറിഞ്ഞു കളഞ്ഞത് ജീവനുള്ള കുട്ടിയായിരുന്നു. അയാളുടെ കയ്യിലിരിക്കുന്ന ആട്ടെ മരിച്ച കുട്ടി. ഈ കഥ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു കഥയാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ
ജീവിതത്തിലെ മരിച്ചുപോയ ഓരോ നിമിഷങ്ങളെയും വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് കളയേണ്ടതിന് പകരം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ നിമിഷത്തിന്റെ ജീവനുള്ള ഈ ഒരു നിമിഷത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോകുന്നു. അപ്പൊ ഈ ഒരു ചിന്ത ധ്യാനമായിട്ടിരുന്നൊരു ദിവസമാണ് ഒരു എൻ്റെ ഓർമ്മ ശരിയാണ്, ലൈബ്രറി ഡേ വന്നത്. ലൈബ്രറി ഡേക്ക് വെറുതെ ഒരു പുസ്തകം, ഒരു പേപ്പറും എടുത്ത് എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ച് അച്ഛനൊരു ആശംസയൊക്കെ എഴുതി അന്ന് എഴുതി ഇട്ടതാണ് എൻ്റെ ആദ്യത്തെ അധ്യായം. പിന്നെ അതിൽ നിന്ന് ശേഷം ഇങ്ങനെ എഴുത്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നി, ഒരു പ്രചോദനം ഉണ്ടായി. അന്ന് ഇങ്ങനെ എഴുതി വരുമ്പം ഈ പുസ്തകത്തിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടർ ജെയിംസ് പെൻബേക്കർ 1980കളിൽ ജേർണൽ എഴുത്തുകളുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറഞ്ഞൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു 4 ഉപായങ്ങളാണ് പുള്ളി പറഞ്ഞിരുന്നത്. ഒന്നെന്ന് പറയുന്നത് എക്സ്പ്രസീവ് റൈറ്റിംഗ്, നമ്മുടെ ഫീലിങ്സുകളെല്ലാം എഴുതുക. 2 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, നന്ദി പ്രകാശനമായിട്ട് ജേർണൽ എഴുതുക. 3 തോട്ട് ഡംപിങ്, ഒരു ഫിൽറ്ററുകളും ഇല്ല, മനസ്സിൽ വരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാം എഴുതി വെക്കുക. 4 ഞാൻ ലെറ്റർ റൈറ്റിംഗ്, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുക. നമ്മുടെ കിറ്റി എന്നൊക്കെ പറഞ്ഞ അല്ലേ, ഒരു ലെറ്റർ നമുക്ക് ഒരു കളക്ഷൻ ബുക്കൊക്കെ നമുക്കുള്ളത് പോലെ അങ്ങനെ എഴുതുക. അപ്പൊ എന്തായാലും എഴുതി തുടങ്ങിയപ്പം ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഉള്ളില് കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഇരുട്ടുകൾ നമ്മുടെ കയ്യിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ആ എഴുത്തിനെ തന്നെ നെഗറ്റീവായിട്ട് എഴുതാതെ പോസിറ്റീവായിട്ട് എഴുതുക, ക്രിയേറ്റീവായിട്ട് എഴുതുക എന്നുള്ളൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ടായി. അത് എഴുതാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇതിൽ കൂടെ ഗോത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അതായത് റീഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് കൺസ്ട്രക്റ്റീവ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പുസ്തകത്തെ. കുറച്ച് ആന്തരികതയിലേക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കിട്ടിയത് കൊണ്ട്, അതിൻ്റെ ഒരു ചെറിയ പൊട്ടും പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഒരു ചെറിയ ആന്തരിക ലോകത്തെക്കുറിച്ചുള്ള ഒരു സ്വാധീനമൊക്കെ ഇതിലുണ്ടാവുമായിരിക്കും. പക്ഷെ അതൊരു കൺസ്ട്രക്റ്റീവായിട്ട് എനിക്ക് എഴുതാനായിട്ട് പറ്റിയില്ല. ഈ പുസ്തക പ്രകാശനത്തിൽ അച്ഛൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ വരുന്നത്, ഇതൊരു കരുണയുടെ പുസ്തകമാണെന്ന് അച്ഛൻ അവകാശപ്പെട്ടത്. ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, അത് കരുണയുടെ പുസ്തകമായിട്ടല്ല. ഇനി എഴുതുമ്പം പ്രിയപ്പെട്ട എഴുത്തുകാരാ, നീ കരുണയെ എഴുതാവുള്ളൂ എന്ന് ബോബിച്ചൻ പറഞ്ഞു തന്നതാണ് എനിക്ക്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ പുസ്തകം വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നുകളിലായിരിക്കുക, റൈറ്റിംഗ് ഇസ് എ ഹീലിംഗ്, അതിന് നമ്മളെ നന്നായിട്ട് എഴുത്ത് സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട് ചോദിക്കാം കേട്ടോ. സ്നേഹം, താങ്ക്സ് എ ലോട്ട്. രഞ്ജിത, ഒത്തിരി താങ്ക്സ്. സിസ്റ്ററാണെന്ന് മനസ്സിലാക്കുന്നു. ഒത്തിരി നന്നായിട്ട് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വായിച്ചെന്ന് മനസ്സിലാവുന്നു. നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും പുസ്തകത്തിനെ ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും താങ്ക്സ് എ ലോട്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കാം കേട്ടോ. ഒരു വളരെ ഒഫീഷ്യൽ ആവണമെന്ന് നിർബന്ധമുള്ള ഒരാളൊന്നും അല്ല, വളരെ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ് സർ. ഞാൻ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്, ഐശ്വര്യ. ഇതിന്റെ ടൈറ്റില് സിസ്റ്റർ പറഞ്ഞ പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി, ഫീൽ ചെയ്തു. ഭയങ്കര ഒരു ഡീപ്പ് മീനിങ് ഉള്ളത് പോലെ തോന്നി. ടൈറ്റില് സെലക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? അല്ലെങ്കിൽ വേറെ വല്ല ടൈറ്റിലുകൾ മനസ്സിലൂടെ ഓടിയിരുന്നോ? എങ്ങനെ പുസ്തകവുമായിട്ട് എന്നെ ചേർത്തു? അങ്ങനെ പറയാനായിട്ട് ശരിക്കും പറയാൻ ഇതൊരു 40 അധ്യായങ്ങളുടെ കൂട്ടിച്ചേർക്കലായിരുന്നു. ഈ 40 അധ്യായങ്ങളിൽ ഒരെണ്ണം തന്നെ മാനസ സഞ്ചരരെ എന്ന ഒരു അധ്യായം തന്നെയുണ്ട്. അതില് ഈ മാനസ സഞ്ചരരെ എന്നുള്ള പേരിട്ട അധ്യായത്തിലൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാ: ഒരു പെൺകുട്ടി യാത്രയ്ക്ക് പോവുക, അത് തീർത്ഥാടനത്തിനാ പോകുന്നത്. അപ്പം ഈ തീർത്ഥാടനത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളതായിരുന്നു ആ കുഞ്ഞിന്റെ ആദ്യത്തെ ചോദ്യം. എന്തിനാ തീർത്ഥാടനങ്ങൾ പോകുന്നത്, എന്തിനാ യാത്ര ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ ഈ ഒരു ചിന്തയുള്ള ഈ കുട്ടി കന്യാകുമാരിയിൽ ഇങ്ങനെ അസ്തമയം നോക്കി ഇങ്ങനെ നിൽക്കുക. അസ്തമയം നോക്കി ഇങ്ങനെ, ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ? അപ്പൊ എന്തിനാ യാത്ര ചെയ്യുന്നുള്ള ചോദ്യം തന്നെ ആ കൊച്ചു അത് തന്നെ ചോദിക്കുന്നത്. കന്യാകുമാരിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ കുട്ടി നോക്കുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്
സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്നു. അവളുടെ നിഴൽ ഇങ്ങനെ ബാക്കിലേക്ക് വളർന്നു പോകും. അവൾ തന്നെ പെട്ടെന്ന് ഒരു ധ്യാനത്തിലേക്ക് വീണുപോയി. ആ പെങ്കൊച്ച് ഇങ്ങനെ ധ്യാനത്തിലേക്ക് വീണു പോയത് എങ്ങനെയാ? അവൾ നിൽക്കുന്നത് കന്യാകുമാരിയിൽ, അവളുടെ നിഴല് ചെന്ന് വീഴുന്നത് അങ്ങ് ഹിമാലയത്തില്. പെട്ടെന്ന് അവൾക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ്. ഒരു സ്വപ്നം പോലൊരു ദിവാസ്വപ്നത്തിലേക്ക് പോവുകയാണ്. അവളൊരു ഭയങ്കര ഉയരത്തിലുള്ള ഒരാളാണ്. അവളുടെ നിഴലുകള് ഭൂമിയിൽ ഇങ്ങനെ ചെതറി വീണ് കിടപ്പുണ്ട്. ആ ചെതറി വീണ് കിടക്കുന്നിടത്തെല്ലാം ഓരോ ലോക്കിട്ട് പൂട്ടിയിട്ടുണ്ട്, ഓരോ താക്കോലിട്ട്. അപ്പൊ ഈ വലിയ ആളെ മോചിപ്പിക്കണം. ഈ വലിയ ആളെ മോചിപ്പിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ഭൂമിയിൽ കൂടെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം ചെല്ലണം. ചെന്നിട്ട് അവിടെ ചെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സ്ഥലത്തെ ലോക്ക് അൺലോക്ക് ആവും. അങ്ങനെ അവളെ തന്നെ അവളുടെ ബിഗ് ഹെർ സെൽഫ് അല്ലെ, അവളുടെ വലിയ ഹയർ സെൽഫിനെ അൺലോക്ക് ചെയ്യാനായിട്ട് ഒരാൾ യാത്ര തുടങ്ങുകയാണ്. അത് ആ കഥ എഴുതിയ ആ അധ്യായത്തിന് മാനസസഞ്ചാരി എന്നായിരുന്നു ഇതിനകത്ത് പേരിട്ടിരുന്നത്. അപ്പൊ എന്തുകൊണ്ടോ ഈ മാനസസഞ്ചാരി എന്നുള്ള പാട്ട് ചെറുപ്പം തൊട്ട് ഇങ്ങനെ കേൾക്കുന്ന പാട്ടായതുകൊണ്ടും അത് നല്ല ഡെപ്ത് ഉള്ള ഒരു ധ്യാന ചിന്തയുണ്ട്. അത് എഴുതിയ സദാശിവ ബ്രഹ്മാനന്ദ തന്നെ ഒരു യോഗിയാണ്. അയാൾ തന്നെ എഴുതിയേക്കുന്ന മാനസസഞ്ചരരെ ബ്രഹ്മണി മാനസസഞ്ചരരെ മനസ്സെന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ ശരിക്കും മനസ്സല്ല, ആത്മാവേ എന്നാണ് ശരിക്കും സംസ്കൃതത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആത്മാവേ നീ പരമാത്മാവിനെ ധ്യാനിക്കൂ, ജീവാത്മാവേ നീ പരമാത്മാവിനെ ധ്യാനിക്കൂ, അതിനുവേണ്ടി നീ യാത്ര ചെയ്യൂ. ആ ആന്തരിക യാത്രകളാണ് ശരിക്കും ഈ മാനസസഞ്ചാരിയിൽ റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രസകരമായ കാര്യം കൂടി, ഒരു കോയിൻസിഡന്റ് കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാം. ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോബിച്ചൻ്റെ അടുത്തായിരിക്കുമ്പം ബോബിച്ചനോട് ഇങ്ങനെ ഒരു സംസാരം പറയുമ്പോൾ, ഒരു പുസ്തകത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പം ആത്മവിദ്യാലയമേ എന്നൊരു പേര് അച്ഛൻ എന്നോട് പറഞ്ഞു, ഓ അത് വേറൊരാൾ ഇട്ടുപോയി, അതല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഇടാൻ പറ്റിയ പേരായിരുന്നു ആത്മവിദ്യാലയമേ. അന്ന് ആത്മവിദ്യാലയമേ എന്നുള്ള പേരിട്ട് ഇരുന്ന ആ പുസ്തകം എന്താണെന്ന്, ആ ടോപ്പിക് എന്താണെന്ന് തന്നെ ഞാൻ മറന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതാനായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തത് വി.ജി. തമ്പിമാഷിനെയാണ്. വി.ജി. തമ്പിമാഷാണ് ഇതിന്റെ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. അന്ന് ബോബിച്ചൻ പറഞ്ഞിരുന്ന ആത്മവിദ്യാലയമേ എന്ന പുസ്തകം എഴുതിയിരുന്നത് വി.ജി. തമ്പിമാഷാണ്. ഓക്കെ, ഇനിയൊരു രസമുണ്ട്. ആത്മവിദ്യാലയമേ എന്ന പാട്ടുണ്ടായത് മാനസസഞ്ചാരി എന്ന പാട്ടിൽ നിന്നാണ്. ആത്മവിദ്യാലയമേ സെയിം അതിന്റെ രാഗം എന്ന് പറയുന്നത് മാനസസഞ്ചരരേ ആണ്. ഇത് എന്ത് തരം ആത്മബന്ധമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ നാച്ചുറലായിട്ട് സംഭവിച്ച ഒരു ആത്മബന്ധം എനിക്ക് ഇതുമായിട്ടുണ്ട്, ഈ പാട്ടുമായിട്ട് ഉണ്ട്. അതും കൂടെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കഥ. താങ്ക്സ് ഐശ്വര്യ, താങ്ക്സ്, ചോദിച്ചതിന് നന്ദി. താങ്ക് യു സർ. ലൈക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് കേട്ട ഒരു അനുഭൂതി. നല്ല സ്റ്റോറി ടെല്ലറാണ്, അതുപോലെ നല്ലൊരു പാട്ടുകാരനും കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ അവസാനിക്കുന്നതിന് മുന്നേ ഒരു നല്ലൊരു പാട്ടും കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട്. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനായിട്ടൊന്നുമില്ല. ജിത്തു ജോർജിനെ എൻ്റെ പേര് ഔസഫ് എന്നാണ്. നമ്മള് താവ് കൂട്ടായ്മയിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. ഇപ്പൊ തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തിയോ? തിരിച്ചെത്തി. ഒരു മാസം ആവുന്നു ഇപ്പൊ ഞാൻ വന്നിട്ട്. ഓക്കെ. അപ്പോ ഈ പുസ്തകം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോ തോന്നിയത് ഇത് വലിയ നോയമ്പ് നടക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാവരും മനസ്സിന്റെ വിപുലീകരണത്തിന് സമയം ചെലവഴിക്കുന്ന ഈ നേരത്തെ ഇങ്ങനൊരു പുസ്തകം SNM ട്രെയിനിങ് കോളേജിലെ ഈ നല്ല കൂട്ടുകാരൊക്കെ കൂടി സെലക്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സിലേക്കുള്ള യാത്രയാണല്ലോ ഈ നോയമ്പെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനും ബോബി അച്ഛന്റെ ഒരു അഡിക്റ്റ് ആണെന്ന് വേണേൽ പറയാം.
അപ്പൊ ഈ ആൾക്കാര് ചോദിക്കും ഇത്രയും ബുദ്ധിമുട്ടി എനിക്ക് ഇവിടുന്ന് വൈക്കത്തുനിന്ന് വരണം. ഇറ്റ്സ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ് 35 കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടെ ആ താവുകാട്ടിലെത്താനായിട്ട്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കരമായ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നിട്ട് പോലും എങ്ങനെയോ സംതിങ് വാസ് പുള്ളിങ് മീ ടുവേഴ്സ് ദ ഹബ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ആൻസർ ഒന്നുമില്ല. അതിന്റെ ആൻസർ ആണ് ഈ അന്വേഷണം. തമാശയായിട്ടൊക്കെ പറയാന്നേ ഉള്ളൂ. ബോബിച്ചൻ തന്നെ ബോബിച്ചന്റെ അഡിക്റ്റ് ആണെന്നൊക്കെ. കറക്റ്റ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ഈ ക്രൈസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിസ്തുവിനെ നേടിയവൻ എന്ന് വേണേലും എനിക്ക് ഈ പേരിൽ നിന്ന് ഊഹിക്കാവുന്ന. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സാത്വികമായിട്ടുള്ള ചിന്തകളുടെ ഒരു സമാഹാരമാണല്ലോ ഈ പുസ്തകം. പിന്നെ പറഞ്ഞു സാറേ. ഞാൻ പറഞ്ഞേ നമ്മുടെ ഞാൻ ഈ സ്പിരിച്വാലിറ്റിയോടൊക്കെ കൂടുതൽ എനിക്കും വളരെ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പിടിവള്ളിയായിട്ട് കിട്ടിയത് ഈ സഞ്ചാരിയുടെ ദൈവം എന്നുള്ള പുസ്തകം സെക്രട്ടറി കോളേജിലെ 1-2 പ്രൊഫസേഴ്സ് എനിക്ക് സമ്മാനിച്ചപ്പോഴത്തേക്ക് അതാണ് ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ പിടിവള്ളിയായത്. അന്ന് മുതൽ ഞാൻ ശരിക്കും പറഞ്ഞ അച്ഛൻ്റെ പിന്നാലെയാണ്. അപ്പൊ അത് തരുന്ന ഒരു സ്വാന്തനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പിന്നെ നമ്മൾ ഈ ഓഫ് റോഡ് ട്രാവലിലേക്ക് കാല് മാറിപ്പോകുമ്പോൾ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടു നിർത്താനായിട്ട് അച്ഛൻ്റെ ചിന്തകൾ ചെറിയ വാക്ക് മതി. അപ്പൊ ആ വാക്കുകൾ ഒത്തിരി കരുത്ത് വരുന്നുണ്ട്. അപ്പോൾ കാണാനും ഈ പുസ്തകത്തെ പറ്റി രഞ്ജിത സിസ്റ്റർ ഒന്നും പറയണ്ട, വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരപശക പോലും ഇല്ല പറഞ്ഞതിനകത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു മെറ്റിക്കുലസ് ആയിട്ട് തയ്യാറായി വളരെ ബ്രീഫായിട്ട് ആ പുസ്തകത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകത്തെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാൻ പങ്കെടുക്കാനും അവസരം കിട്ടിയില്ല, ഒത്തിരി സന്തോഷം. പിന്നെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോയില്ലേ, ജിത്തു ജോർജിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോയില്ലേ. അപ്പൊ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല ഈ ഡാർക്ക് സൈഡ്സ് കുറച്ച് നാളത്തെ. അല്ലെങ്കിൽ അവിടെയാണ് ശരിക്കും പറഞ്ഞ അപ്പൊ ഈ സ്പിരിച്വാലിറ്റിയുടെ ജനനം സെൽഫ് സീക്കിങ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിൽ നിന്നായിരിക്കും. ഒരുപക്ഷെ എൻലൈറ്റൻമെന്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ അവര് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതിൽ നിന്നായിരിക്കും സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇപ്പൊ മനസ്സിപ്പോ ഞാനിപ്പോ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഈ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,900 പുസ്തകങ്ങളുണ്ട്. പക്ഷെ എവിടെയാണ് മനസ്സെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനും അറിയില്ല. സോ എവരിബഡി ഈസ് സീക്കിംഗ് അല്ലേ? താങ്ക് യു സോ മച്ച്. നമ്മൾ നല്ല സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. താങ്ക്സ് ലോട്ട്. അതിൽ 2 കാര്യം പറഞ്ഞോട്ടെ ഞാൻ മറുപടി ആയിട്ട്. അത് മറുപടി ആയിട്ടുള്ള ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കമന്റ് ആയിട്ട്. ഒന്ന്, എൻ്റെ പേരിൽ ഈ ക്രൈസ്റ്റ് ഔൺ ആയിരുന്നു ശരിക്കും. അത് നീ ആരുടെ സ്വന്തം എന്നുള്ള ധ്യാനത്തിൽ നിന്നുണ്ടായതാണ്. അത് തന്നെ നമ്മുടെ ഗുരുനാനാക്കിന് ബോധോദയം ഉണ്ടായ ഒരു കഥയാണത്. അതായത് ഗുരുനാനാക്ക് ഇങ്ങനെ കടയിൽ എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു. അപ്പം കൗണ്ട് ചെയ്യേണ്ട വരുമ്പം 1 2 3 4 5 6 എന്ന് ഇതിൽ തേര എന്നുള്ളത് പറയുമ്പോഴത്തേക്കും പുള്ളി സ്റ്റക്കായി പോകും. കാരണം തേര എന്നുള്ള വാക്കിന് നിന്റെ എന്നാണ്. ഞാൻ ആരുടെയാ, ഞാൻ നിന്റെയാ എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് ആ ഒരു ഇതിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ പിന്നെ അനങ്ങാൻ മേലെ അത് സ്റ്റക്കായി പോകും. സോ അത് ആ ഒരു കഥ ഒരു ദിവസം ബോബിച്ചൻ അവിടെ സാൻപേയിൽ പറഞ്ഞ അന്ന് ഞാൻ ബോബിച്ചനോട് പോയി ചോദിച്ചു, അച്ഛൻ ഞാനും ആരുടെയാ, ഞാൻ പുള്ളിയുടെയാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പേരിൽ എഴുതിക്കോട്ടെ, ഞാൻ ആ പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി തുടങ്ങട്ടെ, ജെ ക്രൈസ്റ്റ് എന്നുള്ള പേരിൽ. ഓക്കെ മോനെ എന്ന് പറഞ്ഞ് വെറുതെ അച്ഛനിങ്ങനെ വെറുതെ കാഷ്വലായിട്ട് പറഞ്ഞു വിട്ടു. ഒന്നും എഴുതാനും തുടങ്ങിയിട്ടില്ല, വർഷങ്ങൾ കഴിഞ്ഞാൽ എഴുതുന്നത്. പക്ഷെ എഴുതി തുടങ്ങിയപ്പം ഈ മലയാളത്തിലെ ആദ്യത്തെ ഫോണ്ടുകളിൽ എഴുതുമ്പം ക്രൈസ്റ്റ് വോൺ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് ക്രൈസ്റ്റ് വോണേ വരുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ അത് തന്നെ സ്വീകരിക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഞാൻ ആരുടെ സ്വന്തമാണെന്നുള്ളൊരു ബോധം എനിക്ക് ഇപ്പോഴേ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഔണിലേക്ക് എത്തിയിട്ടില്ല.
ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ എന്റെ പേര് തന്നെ എനിക്കൊരു ബെഞ്ച് മാർക്ക് തരുന്നുണ്ട്. ഞാൻ എവിടെ എത്തേണ്ട ആളാ, ഞാൻ എവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഞാൻ എവിടെ എത്തണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല. സോ ദ ബെഞ്ച് മാർക്ക് ഷുഡ് ബി ദെയർ ഇൻ മൈ നെയിം. എന്റെ പേര് തന്നെ എന്നെ ഇച്ചിരി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കണം ഓർക്കുന്നുണ്ട്. ഞാന് സാൻബിയോയിൽ പോയിട്ടുണ്ട് അല്ലേ ഈ ആ. ധ്യാനത്തിന്? സാൻഡ്രിയിൽ അച്ഛൻ്റെ അടുത്ത് ഒരു 3-4 വർഷം ഉണ്ടായിരുന്നു അവിടെ. ഓ 3-4 വർഷം. വന്നും പോയി. ഇങ്ങനെ ഞാനവിടെ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ടെക്നോ പാർക്കിലായിരുന്നു ആ സമയത്ത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം എല്ലാ വീക്കെൻഡിലും അച്ഛൻ്റെ അടുത്ത് വരിക, അവിടെ കിടന്നുറങ്ങുക, അച്ഛനെ ഹെൽപ്പ് ചെയ്യുക, അച്ഛൻ്റെ കൂട്ടത്തിലായിരിക്കുക, ധ്യാനിക്കുക, അതൊക്കെയായിരുന്നു പരിപാടി. ഓക്കെ, സന്തോഷം. ഓക്കെ, ആ. താങ്ക് യു. താങ്ക് യു. സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ആ 40 അധ്യായങ്ങളും ഓരോ ചിന്തകൾ നമുക്ക് തരുന്നതാണ്, നമ്മള് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന. ഞാൻ വായിച്ചപ്പോ എനിക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല. അപ്പൊ സാറ് എഴുതിയപ്പോ അതിനകത്ത് ഏത് അധ്യായമാണ് സാറിന് കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്? ഇപ്പൊ ഒരമ്മയോട് മക്കളില് ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിക്കരുതെന്ന് പറയും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, സാറിന് അതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യായം? മോളെ, അതിനകത്ത് ഞാൻ ഇതൊരു ഒരു ഒരു എല്ലാരും പറയുന്ന പോലെ ഇങ്ങനെ എല്ലാ മക്കളും ഒന്നാണെന്നൊക്കെ പറയുന്ന കാര്യത്തില് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആപ്പിളും ഓറഞ്ചും എടുത്ത് വെച്ച് കമ്പയർ ചെയ്യുന്ന പോലെയാണ്. കാരണം ഈ 40 അധ്യായങ്ങളും 40 മൂഡുകളിൽ നിന്ന് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാനിത് എഴുതാൻ തുടങ്ങിയ സമയം എന്ന് പറയുന്നത് സങ്കടത്തിന്റെ എക്സ്ട്രീമിൽ വന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ പേന എടുത്തു തുടങ്ങുന്നത്. അപ്പൊ എഴുതി തുടങ്ങുമ്പോൾ നമുക്കൊരു ഹീലിംഗ് സംഭവിക്കുന്നു. അപ്പൊ ആ ഹീലിങ്ങിനെ നാളെയും കൂടെ ആവർത്തിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എഴുതുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യത്തെ ഒരു 4-5 അധ്യായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അപ്പൊ ഒരു 5-ാമത്തെ അധ്യായം തൊട്ടൊക്കെയാണ് അതിന്റെ ക്ലാരിറ്റി ഉണ്ടായി തുടങ്ങുന്നത് തന്നെ. അന്നത്തേക്കാണ് ഒരു ഒഴുക്ക് സംഭവിച്ചു തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ആ ഒരു 5 അധ്യായം കഴിഞ്ഞുള്ള ഓരോന്നും ശരിക്കും പറഞ്ഞാൽ ഓരോ ഫ്രൂട്ടുകളാണ്, ഓരോ ദിവസത്തെ ധ്യാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ അതിൽ ഏതിനോട് ഏറ്റവും അറ്റാച്ച് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് സാരം കുംഭസാരം എന്നൊരു എഴുത്തില്ലേ, ആ സാരം കുംഭസാരം എഴുതിയ ഒരു ദിവസം മാത്രം ഞാൻ എഴുതുന്നതിന് മുമ്പേ കരഞ്ഞുകൊണ്ടാണ് എഴുതിയത്. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴും കരഞ്ഞുകൊണ്ടാണ് എഴുതിയത്. അത് അത്രമാത്രം ചെറുപ്പത്തിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചൊരു ഇവന്റ് ആയിരുന്നതുകൊണ്ട് ഈ ഇപ്പോഴൊക്കെ ഇതിങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണക്കേടുണ്ട് കേട്ടോ. വേറെ കൊണ്ടല്ല, ഇതൊക്കെ ഉറുമ്പ് വേദനകളാണ്, വളരെ ചെറിയ വേദനകളാണ്. പക്ഷെ ഇറ്റ്സ് ആൻ അൺഹീൽഡ് പെയിൻ വി ആർ ഹോൾഡിങ് അല്ലേ. നമ്മള് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത വേദനകളെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞൊരു ഡയലോഗ് കേട്ടിട്ടുണ്ടോ? അത് ഓപ്ര വിൻഫ്രേ ആണ് പറഞ്ഞത്, മറന്നുപോയി, സോറി. ആരുടെ പേരിൽ ഞാൻ പറയുന്നില്ല. അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആരാ പറഞ്ഞെന്നുള്ള തലയ്ക്കകത്തില്ല ഇപ്പം. ശരിക്കും ട്രാൻസ്ഫോം ചെയ്യപ്പെടാതെ കിടക്കുന്ന കുറേ ട്രോമകളുടെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു അത്. അങ്ങനെ ഒരുപാട് അധ്യായത്തിൻ്റെ അകത്തും എല്ലാം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചോര പൊടിഞ്ഞ് എഴുതിയതൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു അധ്യായം ശരിക്കും ടിപ്പിക്കലി ഒരു എന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ചെറുപ്പത്തിൽ. അത് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. അപ്പം അന്നുണ്ടായ ഒരു ഈവന്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും അത് നന്നേ മനസ്സിൽ കിടപ്പുണ്ട്. ഈ ആദ്യവും എസ്പെഷ്യലി നമ്മളെ ഈ കൂട്ടത്തിൽ എല്ലാവരും ക്രിസ്ത്യൻ ഫോളോവേഴ്സ് ആയിരിക്കണമെന്നില്ല. ഞങ്ങൾ കാത്തലിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ ആദ്യത്തെ കുമ്പസാരം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളോട് പറയും, നമ്മളെ പഠിപ്പിക്കുന്ന സിസ്റ്റർമാരെ, എസ്പെഷ്യലി ഇപ്പോൾ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ പറയാം, ഇപ്പം നിങ്ങളൊരു കുഞ്ഞുങ്ങളെ ഒരുക്കുവാണെങ്കിൽ അവർ പറയും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. അപ്പം പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരു കുട്ടി ആയിരുന്നത് കൊണ്ട് നമ്മൾ അത്രമാത്രം ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങി. അപ്പം അന്നിട്ടുണ്ടാകുന്ന ഒരു ഇൻസിഡന്റിന്റെ അകത്തുനിന്നാണ് ഞാൻ ആ സാരം കുമ്പസാരം എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു അധ്യായത്തെ പിക്ക് ചെയ്യുവാണ്. താങ്ക് യു സർ, താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ? ചിത്തു ചേച്ചി, പുസ്തകം വായിച്ചിട്ടില്ല, ഇതുവരെ കയ്യിൽ എത്തിയിട്ടില്ല. ഞാൻ വായിക്കണം വാങ്ങണം എന്ന് വിചാരിച്ച ഒരു പുസ്തകമാണ്.
നമ്മുടെ ആദിയുടെയിലുണ്ട്. ഷൈൻ ചേച്ചി ആദിയുടെ ഒന്ന് ചോദിച്ചാൽ കിട്ടും. ആദ്യം തരാന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഉടനെ എത്തും. ഓ ഒന്ന് ഓക്കെ കിട്ടിയാൽ ഓക്കെ. മതി. ഷൈൻ ചേച്ചി സന്തോഷം. വായിക്കാൻ ഇതിൽ വേണ്ടി പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. പക്ഷെ ആദ്യം ആ സിസ്റ്റർ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ഇത് നമ്മുടെ പറഞ്ഞ കേറിയത്. കുഞ്ഞുങ്ങൾ ഓക്കെ ആണ് സിസ്റ്ററിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും നമുക്കത് കാണാം. എന്തായാലും സന്തോഷം. സ്നേഹം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ്. ഞാൻ ഒരാഴ്ച നമസ്കാരം. മുമ്പാണ് ഈ ബുക്ക് വായിച്ചത്. ഞാൻ വായിച്ച ശേഷം ഓതരെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഓ പ്രണത ഷാജി അടുത്തു നിന്നാണ് ബുക്ക് കിട്ടിയത്. ഞാൻ ഓ കൂടെ വാങ്ങിയ മറ്റൊരു ബുക്ക് നമ്മുടെ ഗാസ്പർ സന്യാസി എന്നാളെ അറിയുമോ? ആ മഹാരാജാസ് കോളേജിലെ ഫിലോസഫറാണ്. അത് എഴുതുന്ന ഗാസ്പർ സന്യാസി എന്നാണ്. ഈ ബുക്കിന് ശേഷം ഈ 2 ബുക്ക് ഞാൻ ഒന്നിന് ശേഷം അത് വായിച്ചു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പൊ ഈ ഉറുമ്പ് വേദന എന്ന് പറഞ്ഞ പോലെ ധാരാളം പുതിയ വാക്കുകൾ എന്നല്ല, നമ്മളെയൊക്കെ വല്ലാതെ വലിക്കുന്ന വാക്കുകൾ. ഒരു ഉദാഹരണം, കണ്ണി വലിവുള്ള നിരാശ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞാൻ ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂ പോലും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചാണ്. നന്നായിട്ട് ഈ ബുക്ക് റിവ്യൂ ചെയ്യാൻ കുറച്ച് ടഫാണ്. ഈസി ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ബുക്കല്ല. അത്രയേറെ ഇതിന്റെ ഉള്ളടക്കം ഭയങ്കര സ്ട്രോങ് ആണ്. എന്തായാലും നന്നായിട്ട് സിസ്റ്റർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്കളെ ഒന്ന് കാണാൻ പറ്റിയത് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഞാൻ ഈ കരന്യാസം എന്നൊരു ചാപ്റ്റർ ഓർമ്മയുണ്ടാവുമല്ലോ, അതിൽ ഉണ്ട് ഞാനൊക്കെ പലപ്പോഴും ദക്കാർത്തൊക്കെ പറഞ്ഞ് എതിരുകളെ നിർമ്മിക്കുകയാണ്. നമ്മൾ പണ്ട് മലയാളം ക്ലാസ്സിൽ നമ്മളൊന്നും മിടുക്കനാകാൻ വേണ്ടി പെട്ടെന്ന് എല്ലാ എതിര് പഠിച്ചും പിന്നെ ജീവിതത്തിൽ മൊത്തം എതിരുകൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. രാത്രിയും പകലും എതിരായിട്ട് വരികയാണ്, സ്ത്രീയും പുരുഷനും എതിരായിട്ട് വരികയാണ്. അപ്പൊ അതൊക്കെ താങ്കൾ മനോഹരമായ തോതിൽ ആ കരന്യാസം എന്ന ഇതിൽ വെച്ചു. ഞാൻ കുറേ പേജുകൾ മാർക്ക് ചെയ്തതാണ്. ഏതും ഭാഗ്യവശാല് ആ ബുക്ക് തന്നെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വായിച്ചതിന് ഒത്തിരി നന്ദി. നിങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിനെ എടുക്കുന്നത് ഇപ്പോഴും എനിക്കറിയില്ല. നാളെ ഞാൻ പറഞ്ഞില്ലേ, പുസ്തകം എഴുതി കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ആദ്യത്തെ വികാരം എന്ന് പറഞ്ഞത് ഡിറ്റാച്ച്മെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എഴുതിയതാണോ, ഇപ്പോഴും ഞാൻ ഈ പുസ്തകം എടുത്തിട്ട് ഒന്ന് വായിക്കുമ്പോൾ എനിക്ക് തന്നെ പേടി തോന്നാറുണ്ട്. ഇത് ഞാൻ എഴുതിയതാണോ എന്ന് തോന്നുന്നൊരു വികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സകല അപ്രിസിയേഷനും ഞാൻ എന്നിൽ കൂടെ ഒഴുകിയ ആ ചൈതന്യത്തിന് കൈമാറിയിട്ട് ഞാൻ വെറുതെ നിൽക്കുന്നു, കൂപ്പുകൈ, അല്ലാതെ വേറൊന്നുമില്ലേ, വേറൊന്നും പറയാനില്ല. സാറേ നമസ്കാരമുണ്ട്. എന്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. നമ്മുടെ കൃഷ്ണകുമാർ മാഷിന്റെ ഒരു ഫ്രണ്ടാണ്. ഓ സ്നേഹം. ഞാൻ ചെയ്യുന്നത് പുസ്തക കച്ചവടമാണ്. ഓ അപ്പൊ ഞാനിത് രാവിലെ ഞാൻ വഴിയോരത്താണ് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പുസ്തകം എന്നെടുത്ത് ഫ്രണ്ടിൽ വെക്കും. അപ്പൊ വായിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ മറിച്ച് പോലും നോക്കിയില്ല. പക്ഷെ ആ മാനസ സഞ്ചാരി എന്നുള്ള പേര്, പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള ആ വർക്ക്, കവർ പേജിൽ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ട് അത് തുറന്നിട്ടില്ല. എന്തായാലും അത് തുറക്കണം, വായിക്കണം എന്നുണ്ട്. അതെ, അത് ഉണ്ട്, എന്റെ കയ്യിലുണ്ട്, പുസ്തകം ഇരിക്കുന്നുണ്ട് എന്റെ കയ്യിൽ. ആ കവർ പേജിനൊരു കഥയുണ്ട്. ആ കവർ പേജ് മറ്റു പുസ്തകങ്ങളൊക്കെ വെക്കുന്ന കൂട്ടത്തില് ഇത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്ന ഒരു, ചിലപ്പോ ഉള്ളിലുള്ള ഒരു സുഖമാണ് അത് നോക്കുമ്പോഴുള്ള എന്തോ ഒരു. എനിക്കറിയില്ല, അതും എനിക്ക് വീണ് കിട്ടിയ ഒരു കാര്യം. ഇത് ആ പേരുമായിട്ട് പക്ക അലൈൻഡ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. കാരണം പറയുന്നത് അവരാ ചെയ്യുന്നതിന്റെ പേര് സാൻ മണ്ഡല എന്ന് പറയും. അറിയോ സാൻ മണ്ഡല എന്ന് പറഞ്ഞാൽ എന്താണ്? ടിബറ്റിയൻ ആചാര്യന്മാര് അവരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ മണ്ഡലം ക്രിയേറ്റ് ചെയ്യും. മണലിൽ ഇങ്ങനെ പടം വരയ്ക്കും. അത് പടം റെപ്രസെന്റ് ചെയ്യുന്നത് അകത്തേക്കുള്ള യാത്രയാണ്. അതിലെ ഓരോ വട്ടങ്ങളും ഓരോ മനുഷ്യന്റെ ഓരോ ലെയറുകളാണ്. എന്നിട്ട് അവരതിന്റെ അകത്ത് ദൈവദർശനം കണ്ടെത്തുന്ന കാമ്പിലേക്കുള്ള യാത്രയെ റെപ്രസെന്റ് ചെയ്യുന്ന സാൻഡ് മണ്ഡല എന്ന് നിങ്ങൾ ആരെങ്കിലും ഗൂഗിളിലൊക്കെ തപ്പി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണിത്. അതും ഈ മാനസ സഞ്ചാരം എന്നുള്ള നമ്മുടെ ഈ സംസ്കൃത വാക്കും അവരുടെ സാൻ മണ്ഡല എന്നുള്ള പടം വരയ്ക്കുന്ന മെക്കാനിസവും ഒരുമിച്ച് വന്നപ്പോൾ അതിനെന്തോ ഒരു അർത്ഥം ഉണ്ടായി ശരിക്കും. അതെ, പിന്നെ ആ കീർത്തനം നല്ല സുഖമുള്ള ഒരു കീർത്തനം കൂടിയാണല്ലോ മാനസ സഞ്ചാരി. നല്ല ശങ്കരാഭരണത്തിന് ഏറ്റവും നല്ല ആ ഫിലിമിൽ തന്നെ അതൊരു ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതെ അതെ ആ കുട്ടി അത് ഇപ്പോഴും എന്റെ ഓർമ്മയുണ്ട്. ഞാൻ ചെറുപ്പത്തിലാണ് കണ്ടത്.
അതെ ആ അതെ കുഞ്ഞ് ഇങ്ങനെ അതായത് ഗുരു ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പം ആ കുട്ടി ഇങ്ങനെ അതെ പാടി കാലുമ്മേ തെറ്റിക്കുന്നുണ്ട്. അപ്പൊ കാലും ഇങ്ങനെ തെറ്റിക്കുമ്പം ഉറക്കത്തിൽ കിടന്ന് ഗുരു അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതെ 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 നല്ല രസമാണത്. നല്ല പിന്നെ അങ്ങനെ കാണാൻ ഇങ്ങനെ കഴിഞ്ഞതിൽ സന്തോഷം. ഒരു ക്രിസ്തു എങ്ങനെയാണോ എന്റെ മനസ്സിൽ കാണുന്ന രൂപം പുറത്തുനിന്ന് കാണുന്നത്, നമുക്ക് ഞാൻ നേരിട്ട് കണ്ടില്ലല്ലോ, കണ്ടിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങയില് അങ്ങനെ ഒരു ചൈതന്യത്തായിട്ടൊരു സംഭവം കയറി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ വളരെ സന്തോഷം. സ്നേഹം എല്ലാം നൽകപ്പെടുന്നതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ രൂപവും എനിക്ക് 18 എനിക്കൊരു 21ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ സ്നേഹാനുഭവം എന്നൊരു കാര്യം ഉണ്ടാവുന്നത്. ദൈവാനുഭവം എന്ന് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത് 21ാമത്തെ വയസ്സിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളിലും നമ്മളിലും ഒരേ കാര്യമാണെന്ന് അറിഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം. അത് മാത്രമല്ലാതെ നമ്മളെ ചുറ്റി ഒരു സ്നേഹത്തിന്റെ വലിയ ചുഴി നമ്മളെ ചുറ്റി ഒഴുകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദിവസത്തിന് ശേഷം എന്തിലേക്ക് നമ്മൾ തിരിഞ്ഞാലും ഈ സ്നേഹത്തിന് അനുരൂപരാകുന്ന രീതിയിലാണോ നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളൊരു തോട്ട് എപ്പോഴും ബാക്കിലുണ്ടേ. അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഒരാളെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എപ്പോഴും ആ ഒരു ഈവൻ ഇഫ് ഞാൻ ഇത്തിരി മോശമാകുകയാണെങ്കിൽ തന്നെ അതിനോട് ചേർന്നുള്ളൊരു മോശമാണോ എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഇങ്ങനെ നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മളായി തീരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു രൂപം ഉണ്ടായി വന്നതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ദിസ് തിങ് ദ റൈറ്റ് വേ. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞ് മോശമാക്കുന്നില്ല. സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. കാണാൻ സാധിക്കട്ടെ. ഓക്കെ. ജിത്തു സുസ്മിത ടീച്ചറാണ്, കോളേജിന്റെ പ്രിൻസിപ്പലാണ്. ടീച്ചർ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഞാൻ മനസ്സിലും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുദേവന്റെ ചൈതന്യമുള്ളൊരു മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷം ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നേരിട്ട് വന്നതിലും ഇത്ര നേരം നമ്മുടെ കൂടെ സംസാരിച്ചതിലും പുസ്തകത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചതിലും. സിസ്റ്റർ രഞ്ജിത വളരെ നന്നായി തന്നെ ആ പുസ്തകം ഞങ്ങളിലേക്ക് കൺവേ ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ. അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് നമ്മുടെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറഞ്ഞതൊക്കെ അതിൽ എത്ര കറക്റ്റാണ്. നമ്മുടെ ആൺകുട്ടികളെ പുഴുക്കുത്തില്ലാതെയാണ് നമ്മൾ വളർത്തേണ്ടത് എന്നുള്ള ഒരു പോയിന്റ് ഒക്കെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഇത്രയധികം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഇല്ലാതെ ആക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ആൺകുട്ടികളെ വളർത്തുന്നത് ആ രീതിയിലാക്കിയാൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവൊക്കെ എല്ലാവരിലേക്കും പകരാനും ഒക്കെ പുസ്തകം സഹായിക്കുന്നു. പിന്നെ ആ ഉറുമ്പ് വേദന അതും വളരെ സ്ട്രൈക്ക് ചെയ്തു. ഓരോരുത്തരുടെയും വേദന ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. അതിന്റെ ആഴം അവരനുഭവിച്ചവർക്ക് തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് വന്നിട്ടുള്ള എഴുത്തുകൾ ഒക്കെ കേട്ടപ്പോൾ ആ പുസ്തകം വായിക്കണം നന്നായി തോന്നുന്നുണ്ട്. ഒത്തിരി സന്തോഷം. സിസ്റ്റർക്കും ജിത്തുവിനും ഒക്കെ അഭിനന്ദനങ്ങൾ നേരെയാണ് ഞങ്ങളുടെ ഈ കോളേജിന്റെ പ്രോഗ്രാമിൽ വന്നതിലൊക്കെ. സന്തോഷം. പിന്നെ എന്റെ രൂപത്തെ കുറിച്ച് ഇപ്പം ടീച്ചറൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പെട്ടെന്ന് തമാശ പറയാൻ ഓർമ്മ വരുന്നേ. ഈശോ ഒരുപാട് സഹിച്ചതാ, ഇതും കൂടെ സഹിക്കിട്ടുന്നു ഈ ആരോപണങ്ങൾ കൂടെ. അല്ലാതെ വേറെ എന്ത് പറയാനായിട്ട്. ഇപ്പം എന്തായാലും മലയാളം പറയുന്ന ഒരു ക്രിസ്തുവിനെ ഞങ്ങൾക്കും കിട്ടിയല്ലോ ഈ സന്ധ്യ നേരത്തെ. അതിലൊരു രസകരമായ തമാശ കഴിഞ്ഞ സമയം പറഞ്ഞ ഈ ജെ എന്നുള്ളത് ജിത്തു എന്നല്ല ജീസസിന്റെ ആണെന്ന് ഇപ്പൊ ഒരു കൂട്ടുകാരൻ പറയാറുണ്ട്. ഇപ്പൊ അടുത്ത കൂട്ടുകാരോടൊക്കെ പറയുമ്പോ ജയ് ക്രൈസ്റ്റ് സ്നേഹം കേട്ടോ. ഇതൊക്കെ തമാശ മാത്രമായിട്ട് എടുക്കണേ. ഒരു കാമ്പുമില്ലാത്ത ആളാണ്. കാരണം ഈ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ കുറച്ചു കാലം നടന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ലൈഫിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഇപ്പൊ അതിനെ ഒരു കുമ്പസാരം പോലെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ പുസ്തകമൊക്കെ എഴുതി, പുസ്തകം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്തിനാ എഴുത്തുന്നുള്ളതിന് രണ്ടാമത്തെ ഒരു ആംഗിൾ, ഇത് മുമ്പേ പറഞ്ഞാത്ത ഒരു ആംഗിളോട് പറയാണ്. പുസ്തകം ഒരു വെരി ബിഗ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഇത്രയും കാലവും നമുക്ക് പല കാര്യങ്ങളും മനസ്സിൽ ഒരു വാല്യൂ ആയിട്ട് കൊണ്ടു നടക്കുകയും അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. പക്ഷെ ഈ പുസ്തകം എഴുതി കഴിയുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായനക്കാരോട് നീതി പുലർത്തുക എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരും
നമ്മുടെ ഈ ഒരു വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആംഗിൾ റേഞ്ചിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടും നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ എഴുതുന്നത് പ്രാക്ടിക്കലി ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തും. അതാ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എനിക്ക് ഒരു കാര്യം കൂടി ഒന്ന് ജിത്തിനോട് ചോദിക്കാനുണ്ട്. അതായത് ഈ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോട്ട്സ് വൺ ആഫ്റ്റർ അതർ ഇങ്ങനെ ഫ്ലീറ്റിംഗ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എസ്പെഷ്യലി അജിറ്റേറ്റഡ് സിറ്റുവേഷനിൽ നമ്മൾക്ക് നെഗറ്റീവ് ചിന്തകളും സംടൈംസ് പോസിറ്റീവ് ചിന്തകളും ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ സാൻബിയോയിലൊക്കെയുള്ള ധ്യാനത്തിൽ അച്ഛൻ്റെ കൂടെയൊക്കെ 4 വർഷം നിന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഹൗ ഡു യു കൺട്രോൾ യുവർ തോട്ട്സ്? ഞാനതിനെ ഒരു തുടക്കത്തിൽ പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നതാണ്. മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാനോ ഒബ്സർവ് ചെയ്യാനോ സാക്ഷിഭാവം എന്നൊക്കെ നമ്മൾ പറയുന്ന ആത്മീയതയിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലേക്കൊന്നും നമ്മൾ ഉണരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും മനസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ശരിക്കും എന്താണ് മനസ്സ്? മനസ്സെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മുടെ 1500 വീഡിയോകൾ നമ്മളിപ്പോൾ മനസ്സിനെ കുറിച്ച് കേട്ടിട്ടുള്ള സൈക്കോളജി കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. തൽക്കാലം അതങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ചെറുതായിട്ട് ഡിഫൈൻ ചെയ്തു പോകാം. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കൂട്ടമാണ്. അതായത് ഒരു കൂട്ടം ബണ്ടിൽ ഓഫ് തോട്ട്സ് ഇസ് കോൾഡ് മൈൻഡ്. സംശയമൊന്നും വേണ്ട. അത് ഇപ്പൊ ഇടുക്കി ജനിച്ച് വളർന്നുകൊണ്ട് ഇത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് കാണാനായിട്ട് ആൾക്കാർ വരും. കാട് കാണാനായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അകലൊക്കെ കാട് കാണും. പക്ഷെ കാട്ടിലൂടെ നടക്കാൻ പോകുമ്പം കാട് കാണില്ല. എന്തേ കാണാൻ പറ്റുള്ളൂ? മരങ്ങളെ കാണാൻ പറ്റുള്ളൂ. കാരണം എന്നാ? മരങ്ങൾ കൂടി ചേരുമ്പോൾ കാടുണ്ടാവും. ഈ മരങ്ങളെ ഓരോന്നോരോന്നായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ എന്തില്ല? പിന്നെ കാടില്ല. നമ്മൾ കാടാണോ ഇല്ലാതാക്കുന്നത്? മരങ്ങളെയാണോ ഇല്ലാതാക്കുന്നത്? മരങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പം ഈ മനസ്സെന്നുള്ള സാധനത്തെ ശരിക്കും നമ്മുടെ ജേർണി എന്ന് പറയുന്നത് ബോഡി ടു മൈൻഡ്, മൈൻഡ് ടു ഇന്റലക്ട്, ഇന്റലക്ട് ടു സെൽഫ് എന്നാ പറയുന്നത്. അതായത് ഒന്നൊന്നിനെ ഉപേക്ഷിച്ചു പോകലല്ല, ഒന്നൊന്നിനെ അതിജീവിച്ചു പോകലാണ്. എന്ന് പറഞ്ഞാൽ ട്രാൻസിഡൻസ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നൊന്നിനെ കവിഞ്ഞു പോകണം. നമ്മൾ ശരീരം മാത്രമാണ് നമ്മളെന്ന് വിചാരിക്കുന്നതിൽ നിന്ന് ശരീരത്തിൽ നിന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്നും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തെ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ നമ്മളുടെ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇതിനെയൊക്കെ കണ്ടെത്തി തുടങ്ങണം. പിന്നെ അടുത്ത കാര്യം ഈ മനസ്സിനെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഓരോ തോട്ടിനെയും നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിൽ നിന്ന് നമ്മുടെ ഈ ശരീരത്തിന് അപ്പുറമുള്ള ഒരു ടാഞ്ചബിലിറ്റി, നമ്മൾ പ്രാണപ്രവാഹമെന്നോ ശ്വാസമെന്നോ ഒക്കെ പറയുന്ന, ശ്രദ്ധയെന്നോ ഒക്കെ പറയുന്ന ഒരു ഫാക്റ്റിലേക്ക് നമ്മളൊന്ന് ഉണരും. അതിലേക്കൊന്ന് ഉണർന്ന് കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് മുതൽ ഇപ്പൊ നമ്മൾ എന്നാ ചിന്തിക്കുന്നത് ഇങ്ങനെ ബോധപൂർവ്വം ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ആലോചിക്കുന്നതിനേക്കാളും എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മുടെ ബ്രീത്തിന്, നമ്മുടെ ഇവിടം തൊട്ട് നമ്മുടെ ഏറ്റവും താഴെ വരെയുള്ള ഡെപ്ത് ഉണ്ടോ, അത് നമ്മൾ ഷോർട്ട് ബ്രീത്ത് ആണോ ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു ആണെങ്കിൽ. അപ്പൊ നമ്മൾ ബ്രീത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായി മാറും. ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കൊട്ടേഷൻ മനസ്സിലേക്ക് വരുന്നുണ്ട്. മൈൻഡ് ഇറ്റ് സെൽഫ് ഇസ് എ സിക്നസ്. അതായത് മനസ്സുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സിക്നസ് ആണെന്ന് പറയുന്നത്. അത്രയും വലിയൊരിടത്തിലും നമ്മൾ പോകണ്ട. മനസ്സിന്റെ കട്ടി കുറയ്ക്കുക എന്നതിന് അർത്ഥമുള്ളത്. മനസ്സിന്റെ കനം എപ്പോഴാണോ നമുക്ക് കുറഞ്ഞു വരുന്നത് അത്രമാത്രം നമ്മൾ സെൻസിറ്റീവായി മാറും. അപ്പൊ അത്രമാത്രം നമ്മൾ പ്രാണനോട് സെൻസിറ്റീവ് ആവും, ചുറ്റുമുള്ള മനുഷ്യരോട് നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഈഗോയുടെ കവർ നമ്മൾ പറയത്തില്ലേ, ആ ഈഗോയുടെ കവർ നമ്മളിൽ കനം കുറഞ്ഞു വരും. അത് ഈ മൈൻഡിന്റെ കളിയാണ്. ശരിക്കും മനസ്സാണ് കള്ളൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പണ്ടൊരു രാജാവ് ഗുരുവിനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോയ കഥ കേട്ടിട്ടില്ലേ? ഞാൻ കള്ളനെ കണ്ടെത്തി. എന്താണ് കണ്ടെത്തിയത്? മനസ്സാണ് കള്ളൻ. ഈ മനസ്സിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഉള്ള ഒരു ശ്വാസത്തിന്റെ ശ്രദ്ധയിലോ
പ്രാണനിലേക്ക് ഉണർന്നവർ പ്രാണനിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എളുപ്പം എന്നാന്ന് പറയാം. ഇപ്പൊ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, നിങ്ങൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴാണോ നിങ്ങൾക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നത്, ഡാൻസിന് മുമ്പാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഓടാൻ പോകുന്ന സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർ, സ്പോർട്സ് ബാഡ്മിന്റൺ കളിക്കുന്ന പിള്ളേരുണ്ടാവും, അല്ല ഷട്ടിൽ കളിക്കുന്ന പിള്ളേർ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് ചെയ്യുന്നവരുണ്ടാവും. അവരോട് ചോദിച്ചാൽ അറിയാം, നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പാണോ അത് ചെയ്ത് കഴിഞ്ഞാണോ നിങ്ങൾക്ക് ശാന്തത ഉണ്ടാവുന്നത്, ശാന്തി അത് കഴിഞ്ഞാണ് ഉണ്ടാവുന്നത്? ഒന്നും വേണ്ട, നമുക്കൊരു വഴി തന്നെ. ഇപ്പം വെറുതെ ജപിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്ക്. ഒരു കൊന്ത ചെല്ലുന്നതിന് മുമ്പാണോ ശാന്തി ഉണ്ടാവുന്നത്, കൊന്ത ചൊല്ലി കഴിഞ്ഞാണോ ശാന്തി ഉണ്ടാവുന്നത്? കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധ കുറച്ചും കൂടെ അതിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഇത്രയുള്ള ശ്രദ്ധ നമ്മളിൽ തന്നെ നിർത്താൻ പറ്റുന്ന ഒരു അകത്തെ പോയിന്റിനെ കണ്ടെത്തണം. അതാണ് അടുത്ത കീ എന്ന് പറയുന്നത്. അതായത് ഒന്ന് ബ്രീത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാണപ്രവാഹമായിരിക്കാം. ചിലർക്ക് ഇങ്ങനെ ഒരു കൈ കൂടെ ഒക്കെ ഒരു എനർജി ഒഴുകുന്നൊക്കെ ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട്. ഇതിനെല്ലാം സൈക്കോളജിക്കലായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തതിന് ഭ്രാന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ തീർച്ചയായിട്ടും മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അല്ലെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് സാൻബയോയിലായിരിക്കുമ്പോൾ നമുക്ക് ശാന്തി ഉണ്ടാവുന്നില്ലേ? സാൻബയോയിൽ പോയി അവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിനകത്തെ ഈ ലാവോസിലെ മീറ്റിങ്ങിനിടയ്ക്ക് യുവാൽ നോവ ഹരാരി ഇവിടെ പറയുന്നുണ്ട്, അതിനകത്ത് ഇന്റർവ്യൂകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നാണ് ഇനി അടുത്തത് ഇന്ത്യയിലേക്ക് ധ്യാനത്തിന് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹി കീപ്സ് കമ്മിങ് ഹിയർ ഫോർ മെഡിറ്റേഷൻ. ഡൗട്ടൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഈ ധ്യാനവും നമ്മുടെ ദൈവവിശ്വാസങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമാധാനം ഉണ്ടാവും. അത് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സയന്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയോ, ഈവൻ ഇഫ് ചിലർക്ക് ഏത്തിയസ്റ്റുകളുടെ സപ്പോർട്ട് പോലും ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ ദൈവചിന്തകളെ എപ്പോഴും റിനോവേറ്റ് ചെയ്യാനായിട്ട് ഈവൻ എത്തിയസ്റ്റുകളുടെ ഡിബേറ്റുകൾ പോലും നമ്മളെ ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും നമ്മളെ സയന്റിഫിക് തോട്ടിലേക്ക്, സയന്റിഫിക് ടെമ്പറിലേക്ക് തിരിഞ്ഞിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ സയന്റിഫിക് തോട്ടിലേക്ക് തിരിഞ്ഞിരുന്നതിന്റെ പേരിൽ നമ്മുടെ ആന്തരികത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കരുത് കേട്ടോ. പോകത്തില്ല. അതൊരിക്കലും നമ്മൾ കണ്ടെത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പുറത്തുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ പേരിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല അത്. അൺലെസ് നമ്മുടെ കപ്പലിന്റെ അകത്ത് തന്നെ വെള്ളം കയറി കപ്പലിനെ മുക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല ഞാൻ കൃത്യമായിട്ട് എന്തെങ്കിലും അതിനുള്ള ഉത്തരം പറഞ്ഞോന്ന്. അല്ലല്ല, മനസ്സിലായി. ഈ നമ്മുടെ മനസ്സിനെ തോട്ട്സിനെ കൺട്രോൾ ചെയ്ത് നമ്മളുടെ ഉള്ളിലെ നമുക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഈ വിശ്വാസം എന്നുള്ള സാധനത്തിന് എപ്പോഴും ഒരു കുഴപ്പമുണ്ട്. വിശ്വാസം ഈസ് ഓൾവേസ് കമ്മിങ് വിത്ത് അവിശ്വാസം. സംശയമൊന്നും വേണ്ട. നമ്മളൊരാളെ വിശ്വസിക്കുന്നു പറയുമ്പോൾ തന്നെ അവിശ്വസിക്കുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒരുമിച്ചുള്ള സാധനമായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വാട്ട് യു എക്സ്പീരിയൻസ്, എപ്പോഴെങ്കിലും ഒന്ന് തോന്നുവാണ്, ആ എക്സ്പീരിയൻസിലേക്ക് കടക്കാനായിട്ട് പറ്റുവാണെങ്കിൽ, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ബോർഡർ കിട്ടി തുടങ്ങുവാണെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ. പിന്നെ അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളത് മാത്രമാണ് അതായതിൻ്റെ ബാക്കി കാതല്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ശ്രദ്ധയുടെ മാറ്റമാണ്. ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ പറഞ്ഞ ജാഗ്രത എന്നൊരു വാക്കുണ്ടല്ലോ, നമ്മൾ എത്രമാത്രം ജാഗ്രതയിലാണെന്നുള്ളത്. പക്ഷെ ജാഗ്രതയും ഉണർന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി സ്പോർട്സ് ആയി, അല്ലെങ്കിൽ ഒരു വാക്കായി, അല്ലെങ്കിൽ ഒരു റീഡിംഗ് ആയി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ തോട്ട്സ് വന്ന് ക്രൗഡഡ് ആയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ നോയിങ്ലി എടുത്തിയാടി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ പിന്നെ ഫ്രഷായി. മനസ്സിലായി. അത് എനിക്ക് ചോദിക്കുന്ന കാര്യം കൃത്യമായിട്ട് എനിക്ക് കിട്ടി. ഉദാഹരണം ഞാൻ പറയാം. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അലമ്പ് നടക്കുക. നിങ്ങൾ അവിടെ പോയി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ടൊന്ന് ധ്യാനിക്കാനിരിക്കാവോ? നടക്കില്ല, വർക്കാവില്ല. കാരണം നമ്മൾ അത്രയും കൂടെ മനസ്സ് അത്ര കൂടെ കനപ്പെട്ടിട്ടുണ്ടാവും അത്ര നേരം കൊണ്ട്. അപ്പം മനസ്സിന്റെ നമ്മൾ പറഞ്ഞ ആ ഒരു സോഫ്റ്റ്നെസ്,
അതിൻ്റെ ടെൻഡർനെസ് പോവാതെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് കാര്യമേ. അത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാവുന്ന ഒരു എന്നാ പറയുന്നത്, നമ്മൾ നമ്മളോട് തന്നെ സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നൊക്കെ പറയത്തില്ലേ, അതിൽ പെട്ടൊരു കാര്യമാണ് അത്. നമ്മളെ തന്നെ കരുതുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മനസ്സിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും വലിച്ചെറിയാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. താങ്ക് യു. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മിസ്റ്റിക്കലായിട്ടൊരു ചോദ്യമാണ് ശരിക്കും ഇത്. ഇത് മിസ്റ്റിക്കലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് ശരിക്കും പലപ്പോഴും അത് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കൂടെ അല്ല സംഭവിക്കാറ്. ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ ഉണ്ടാകുന്നത് നാളെ എവിടെയെങ്കിലും ഒരിടത്ത് വെറുതെ കണ്ണടച്ചിരിക്കുമ്പം നമ്മുടെ ബ്രീത്തിന് നമ്മളോട് കുറച്ചുകൂടെ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നൊരു മൊമെന്റിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഉത്തരത്തെക്കാട്ടിലും കൂടുതലേ. എപ്പോഴെങ്കിലും സ്വന്തം ശ്വാസത്തോട് എന്നാ ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ അവിടെ ഉണ്ടല്ലോ എല്ലാ ദിവസവും, എപ്പോഴും നീ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ചേട്ടനോട് ഈ ചേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കിയേ, എന്നാ ഉണ്ടാവുകയെ, സുഖമാണോ? എന്നിട്ട് ആ പുള്ളിയുടെ കൂട്ടത്തിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കിയേ. ഈ ദൈവവിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറഞ്ഞത്, വെറുതെ ശ്വാസത്തിന്റെ കൂട്ടത്തിലേ ബോധപൂർവ്വം ഒന്ന് ചെയ്ത് നോക്കി. അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടേ. വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മളിപ്പോ കുറെ നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കണം, മനസ്സിലായി എനിക്ക്. അപ്പോ താങ്ക് യു സോ മച്ച്. ഒത്തിരി നേരം എനിക്ക് തോന്നുന്നത് ഇവിടെ സംശയം ചോദിച്ച് ഒരുപാട് സമയം കളഞ്ഞ ഞാനാണെന്ന് എനിക്ക് തോന്നി. ഐ എം സോറി കേട്ടോ. എനിക്കറിയില്ല കുഞ്ഞുങ്ങളുടെ ടൈം എന്താണെന്ന്, ഇവരുടെ സമയം പോലെ എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ലേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശബ്ദം കേൾക്കുന്നില്ല ടീച്ചറെ. കേൾക്കാമോ? കേൾക്കാം. കീര ടീച്ചറാണേ, തൗ ഗ്രൂപ്പിലുള്ള. അപ്പോ ഞാൻ ഇന്നലെ ബോബിയസിന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി, കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോ സത്യത്തിൽ ഇന്ന് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ സിസ്റ്ററിന്റെ പ്രസന്റേഷൻ അതിഗംഭീരായിരുന്നു. അത് കഴിഞ്ഞ് സാറിനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാ, അതേ ഒരു അവസ്ഥയില് കാവിലിരിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നിയത്. ഒരു ധ്യാനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തില് ഇരിക്കുന്ന ഒരു ഫീലാണ് ഇന്ന് കിട്ടുന്നത്. ഇപ്പോ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇതിങ്ങനെ ചേർന്ന് വന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ ബോബിയസിനെ കാണാൻ ഇടയായതും ഇന്ന് ഈ പ്രസന്റേഷൻ കേൾക്കാൻ ഇടയായതും ശരിക്കും ടീച്ചർ പറഞ്ഞ പോലെ ഒരു ക്രിസ്തുവിൻ്റെയൊക്കെ ഒരു രൂപം എനിക്കും തോന്നുകയാണ്. ഇപ്പൊ പിന്നെ ഔസേപ്പ് സാറ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇഴുകിച്ചേർന്നാണ് സംസാരിക്കുന്നത്, നമുക്കറിയാലോ. അപ്പോൾ അവിടെ പോയൊരു പ്രതീതിയാണ് എനിക്കിപ്പോ ഇന്ന് ഫീൽ ചെയ്യുന്നത്. ഇന്നലെ സത്യത്തിലെ ബോബിയസിനെ എന്നെ അടുത്ത് പിടിച്ചിരുത്തി കുറച്ചു നേരം സംസാരിച്ചു. അതിന്റെ ഒരു ഉള്ളില് കയറിയ ഒരു പ്രകാശം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. എപ്പോഴും അങ്ങനെയാണല്ലോ, അച്ഛനെ കണ്ടു വന്നു കഴിഞ്ഞാൽ കുറച്ചു നാൾ അതിൻ്റെ ഒരു ഉള്ളിൽ വല്ലാത്തൊരു ശക്തിയും പ്രതീക്ഷയും, എന്താ പറയാ, അതിന് പറയാൻ വാക്കുകളില്ലേ, ഒരു വെളിച്ചമൊക്കെ ഉണ്ടാവും. അപ്പൊ അച്ഛൻ്റെ കൂടെ നടന്ന് ഇത്രയും എന്താ പറയാ, നമ്മളിപ്പോ ഒരു മുറിവുകളുടെ ഉള്ളിൽ നിന്നാണ് ശരിക്കും ശക്തമായ എഴുത്തുകൾ ഉണ്ടാവാന്ന് പറയും അല്ലേ. അപ്പോ സർ ഇപ്പോ ഓസ്ട്രേലിയയിൽ ടൈം എനിക്ക് തോന്നുന്നു 2:30 ആയിട്ടുണ്ടാവും അല്ലേ രാത്രി? 12 മണി, ഷാർപ്പ് 12 മണി. ഓക്കെ. ഇത്രയും ലേറ്റ് ആയിട്ട് വരുന്ന ഞങ്ങളോടൊപ്പം കൂടെ ചേർന്നിരുന്ന് ഇങ്ങനെ ഓരോ സംശയങ്ങൾക്കും മറുപടി പറയുന്നു. എനിക്ക് പുസ്തകത്തെ കുറിച്ച് കൂടുതൽ ചോദിക്കാനില്ല, കാരണം സിസ്റ്ററുടെ അവതരണത്തിൽ തന്നെ നമ്മൾ എന്താ പറയാ, ഒന്നും പറയാനില്ല, ഹാറ്റ്സ് ഓഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു സിസ്റ്ററിന്റെ. അപ്പൊ ഒരുപാട് സന്തോഷം സാറേ, ഞങ്ങളുടെ കൂടെ ഈ ഒരു യാത്രയിൽ ചേർന്നതിന് സന്തോഷം. സാർ, ഒത്തിരി സന്തോഷം സാറിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിനും അതേപോലെ തന്നെ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് അഞ്ജന, താങ്ക്സ് എ ലോട്ട്. ഒരു 2 വാക്ക് പറഞ്ഞോട്ടെ അഞ്ജന? വളരെ സന്തോഷം ജിത്തു. ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കൊരു കോമഡി തോന്നുകയാണ്. ക്രിസ്തുവിന്റെ രൂപവും
ബോബി അച്ഛന്റെ സംസാരമാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു കോംബോ ആണ് ജിത്തു എന്ന് തോന്നുകയാണ്. പിന്നെ മാത്രമല്ല അങ്ങനെ കോംബോകളുടെ ഒരു സമയമാണ്. ഇപ്പൊ വലിയ നോയമ്പ് നടക്കണു, റംസാൻ നോയമ്പ് നടക്കണു, അതിന്റെ അതെ ഒരു കോംബോ ആണ്. ഇന്നലെ ഞങ്ങളിൽ പലരും ബോബി അച്ഛന്റെ കൂടെ ആയിരുന്നു. ഇന്നും ഇവിടെ ഒരു ആത്മാവ് പോലെ ബോബി അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കോംബോ മൊത്തത്തിൽ അതെ എന്തായാലും ഒരു നല്ലൊരു സായാഹ്നം. അവിടെ ഇപ്പൊ അർദ്ധരാത്രി ആയെന്ന് പറഞ്ഞു. ആ എന്തായാലും നല്ലൊരു രാത്രി സമയം തന്നതിനുള്ള സന്തോഷം പറയാണ്. എല്ലാം വീണ് കിട്ടുന്നതാണ്, അതാണ് യാഥാർത്ഥ്യം. അല്ലാണ്ട് കാത്തിരുന്നൊന്നുമല്ല, എല്ലാം വീണ് അതെ കിട്ടുന്നതാണ്. ഈ പുസ്തകം ഇങ്ങനെ കയ്യിൽ വരാനും ചർച്ചയ്ക്ക് വെക്കാനും നമ്മുടെ അഞ്ജന സജീവ് അതിഗംഭീരായിട്ട് മോഡറേറ്റർ സ്ഥാനം നിർവഹിക്കുകയും, ഇന്ന് അഞ്ജനയെ വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു അല്ലെ ജിത്തുനെ, വിശേഷങ്ങൾ വിളിച്ചിരുന്നു. അറിയാനൊക്കെ ആയിട്ട്. ആ അപ്പൊ അതൊക്കെ നമുക്കൊരു വിളിച്ചിരുന്നു. ഒരു വലിയ സന്തോഷം പകരാണ്. കുട്ടികൾ ഇതിലൊക്കെ ഇത്രയും ഇൻവോൾവ് ആവണേലും. അതുപോലെ സ്വാഗതം പറഞ്ഞ അഭില വളരെ ഭംഗിയായിട്ട് സ്വാഗതം പറഞ്ഞു. ഇനി നന്ദി പറയാൻ കാത്തിരിക്കുന്ന ലിമ, എല്ലാവരോടും സ്നേഹം പറയാണ്. സർവോപരി വേറൊരു കോംബോ ആണ് ക്രൈസ്റ്റിന്റെയും മറിയത്തിന്റെയും കോംബോ പോലെ ജിത്തുവിന്റെയും രഞ്ജിത സിസ്റ്ററിന്റെയും ഒരു കോംബോ. അത് കോംബോകളാണ് ഈ രാത്രി മുഴുവനും. രഞ്ജിത സിസ്റ്റർ വളരെ മനോഹരമായിട്ട് വളരെ സീരിയസ് ആയിട്ടാട്ടോ കുറച്ച് ദിവസമായിട്ട് അതിൽ തന്നെ ലയിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു. നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതിന് മുമ്പാണോ ശാന്തി ഇപ്പോഴാണോ ശാന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഞ്ജിത സിസ്റ്റർ ഇപ്പോൾ അവിടെ ശാന്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയോ ഈ പുസ്തക നിരൂപണ നിർവഹണത്തിന് ശേഷം. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഈ അധ്യാപക വിദ്യാർത്ഥികളാണ് നമ്മുടെ കുട്ടികളെ. അപ്പൊ അവർക്ക് ക്ലാസ് മുറിയിലൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കഥ പറഞ്ഞു തരണം. ഇതിനുശേഷം അവസാനം നേരത്തെ നമ്മുടെ ഐശ്വര്യ പറഞ്ഞ പോലെ ഒരു പാട്ടും പാടിത്തരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, രാത്രിയാണെങ്കിൽ കൂടി. എന്തായാലും ഇതിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് വെളിച്ചം കിട്ടിയിട്ടു. അതുകൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കാനും. പക്ഷെ ജിത്തു വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഓസ്ട്രേലിയൻ ടൈമിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഒരു മീറ്റിലേക്ക് എത്തുമോ. പക്ഷെ നമ്മുടെ ഈ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിക്ക് അങ്ങനെ ഒരു ഗ്രേസ് ഉണ്ട്. ഒത്തിരി അകലെ താരകം പോലെ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കസേരയ്ക്ക് അരികിൽ വരുന്ന ഒരു അനുഭൂതി എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ അതിനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുകൾ ഒന്നും തെറ്റുകളല്ല എന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന പരിക്കുകളൊന്നും പരിക്കുകളല്ല, നമ്മൾ ഈ പറയുന്ന വിപരീതങ്ങളൊന്നുമേ വിപരീതങ്ങളല്ല എന്നുള്ളതാണ്. വലിയ ഒരു ചിന്തയാണ് അത് കൊണ്ടുവന്നത്. ഇപ്പൊ പേര് തന്നെ തിരിഞ്ഞുപോയി എന്ന് പറഞ്ഞല്ലോ, ക്രൈസ്റ്റ് വാൺ എന്നൊക്കെ ഉള്ളത്. അത് ഓർത്തപ്പോ വലിയൊരു കഥയുണ്ടല്ലോ, ഈ ഗൂഗിൾ എന്ന പേര് ശരിക്കും ഗൂഗോൾ 10⁻100 എന്ന അർത്ഥം വരുന്ന ഗൂഗോൾ എന്നാണ് ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷെ ആ സഹോദരന്മാര് ഫില്ല് ചെയ്ത് പോയത് ഗൂഗിൾ എന്നായി പോയി. അപ്പൊ ഈ തെറ്റുകളാണ് പിന്നെ വലിയ ആരാധനയ്ക്ക് വഴി ഒരുക്കുന്നെന്ന് പറഞ്ഞ ആ ഒരു ആശയം ഈ പുസ്തകം വായിച്ചപ്പോൾ വല്ലാതെ കിട്ടിയിരുന്നു. എന്തായാലും ഒരു സ്വന്തം പ്രകാശത്തിലേക്ക് എത്താൻ വളരെ വേദനിക്കുന്ന മനുഷ്യർക്ക് ഈ പുസ്തകം ഒരു ഗുളിക പോലെ കൈവശം വെക്കാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഫാൻസി നമ്പറിന്റെ ദിവസമാണെന്ന്, 26/2/26. ഇത് മറക്കില്ല, 26/2/26 എന്നുള്ളൊരു അങ്ങനെ അങ്ങനെ പല കോമ്പോസും ഈ ദിവസത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് 4 തരം റൈറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് തന്നതിൽ വലിയ സന്തോഷം. എക്സ്പ്രസീവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു തോട്ട് ഡംപിങ്, കോമൺ ലെറ്റർ റൈറ്റിംഗ് ടു നോൺ ഓർ അൺനോൺ. ആർക്കായാലും ഒരു കത്തെഴുതുന്ന, ഞാൻ നിത്യം ഒരു കത്തെങ്കിലും എഴുതുന്ന ഒരാളാണ് കേട്ടോ. ഇൻലൻഡ് വഴി പോസ്റ്റ് ഓഫീസ് വഴി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത്. അപ്പൊ അതൊക്കെ വലിയ ഹീലിങ്ങും നമ്മളെ ഒരു മനുഷ്യനായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അത്തരം പ്രവൃത്തികൾ. അപ്പൊ എന്തായാലും അതുപോലെ ഇത് ഈ വ്യാഴാഴ്ച വായനാഴ്ച ശരിക്ക് മനുഷ്യാഴ്ചയും കൂടിയാണ്. മനുഷ്യാഴ്ച എന്നൊക്കെ ഇതിനെ വിളിക്കാൻ തോന്നാറുണ്ട്. കാരണം പുസ്തകത്തെക്കാൾ ഇന്ന് ജിത്തുവിനെ ഒന്ന് കണ്ടവരാരും മറക്കില്ല. മനുഷ്യരെ കാണാനും അറിയാനും ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു വേദിയാണ്. ഇന്ന് സംസാരിച്ച വിനോദ് കുമാർ കല്ലോലിക്കൽ സാറ് മഹാരാജാസ് കോളേജിലെ ചരിത്ര വിഭാഗം പ്രൊഫസറാണ്.
സാറും സാറിൻ്റെ മക്കളും കുട്ടികളും വിദ്യാർത്ഥികളും കൂടി എഴുതിയ ഒരു പുസ്തകം 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് സുഭാഷ് പാർക്ക് എന്നാണ്. എറണാകുളത്തെ സുഭാഷ് പാർക്കിൻ്റെ പരിസ്ഥിതിയും സാമൂഹികതയും അവിടെ വന്നിരുന്ന് സല്ലപിക്കുന്നതും ആ മണ്ണിൻ്റെ ഒരു കഥയും അങ്ങനെയൊക്കെയുള്ള എന്താണ് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരുടെ ചിന്തകളുടെ പോക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമാണ്. പക്ഷെ 6ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ്. വെറുതെ അവിടെ പോയിരുന്ന് സൊറ ചൊല്ലി പിരിഞ്ഞു പോയിരുന്നല്ല. അവർ ആ മണ്ണിനെ സുഭാഷ് പാർക്കിനെ അറിഞ്ഞുകൊണ്ട് എഴുതിയത്. അതിന് നേതൃത്വം കൊടുത്തതാണ് വിനോദ് കുമാർ മാഷ്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ഇന്ന് സാറ് കുറച്ചു നേരം നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഈ വഴി ഇതുവഴി ഈ വ്യാഴാഴ്ച വഴി ഇങ്ങനെ നമുക്ക് കുറെ ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റിച്ചാർഡ് റോറിന്റെ ആ കോട്ട് എന്നും താലോലിക്കുന്ന ഒരു കോട്ടാണ്. പെയിൻ ദാറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫോംഡ് ഈസ് ട്രാൻസ്മിറ്റഡ്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം പറയുന്നത് അത് തന്നെയാണ്. വേദന അത് ട്രാൻസ്മിറ്റഡ് ആണ്. ഈ പുസ്തകം ഒരുപാട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഒരു ധ്യാന പുസ്തകമായിട്ട് ഞാനൊക്കെ അത് കൈവശം വെക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ കോളേജിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു അതിഥിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര എക്സ്പോഷർ ആയിരിക്കും. ഒരുപാട് അംഗീകാരങ്ങളും ആളുകൾ അറിയലും പുരസ്കാരങ്ങൾ കിട്ടലും. അപ്പം അത്തരം എന്തെങ്കിലും കത്തും വിളിയും ഫോണൊക്കെ വന്നാൽ നിരസിക്കരുത്. ഒരുപാട് ശ്രേയസിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം ഞങ്ങൾ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം പറഞ്ഞു പോയോന്ന് സംശയം. കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പറയാൻ പറ്റിയ ഒരു കഥയും കൂടെ പറഞ്ഞ് ഒരു പാട്ടും കൂടെ പാടി നിർത്താമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക്സ് ലോട്ട് കൃഷ്ണ സാറേ. ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമുള്ള ആളല്ലല്ലോ സാറേ. സാറിന് എല്ലാ ദിവസവും ഞങ്ങൾ വായിക്കുന്ന ആളാണ്. ഞാൻ താവലൊക്കെ എല്ലാ ദിവസവും എഴുതുന്നതുകൊണ്ട് നോ വേർഡ്സ് അബൌട്ട് ദാറ്റ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഥ പെട്ടെന്ന് പറയാൻ ഇങ്ങനെ പറയാൻ മനസ്സിലായിട്ട് വന്നപ്പം ഇങ്ങനെ ഒരു ആൺകുരുന്ന് വേരുകൾ എന്ന് പറഞ്ഞൊരു അധ്യായം ഇതിലുണ്ട്. അതിലൊരു കഥയുണ്ട്. ഒരിടത്തൊരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരം ഒരു ശാന്തിനി എന്ന് പറഞ്ഞ ഒരു നദിയുടെ തീരത്തായിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സൈഡില് നദി ഒഴുകുന്നു, ഇപ്പുറത്തെ സൈഡിൽ ബുദ്ധ സന്യാസികൾ താമസിക്കുന്ന ഇടം. അപ്പൊ ഈ ആൽമരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായി. സാധാരണ ഈ ആൽമരത്തില് തൂക്കുവേരുകൾ പ്രത്യക്ഷപ്പെടുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. പക്ഷെ ഈ കുഞ്ഞ് ആൽമരത്തില് തൂക്കുവേരുകൾ ചെറുപ്പത്തിലേ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ആ നടവഴി വന്നിരുന്ന ആൾക്കാരൊക്കെ പ്രായഭേദം നോക്കാതെ ഈ ആൽമരത്തിന്റെ പ്രായം കണക്കിലേ എടുക്കാതെ അതിൽ തൂങ്ങി ആടി കടന്നുപോയി. അപ്പൊ ഈ മനുഷ്യർ ഒരുപാട് പേര് ഇതിൽ തൂങ്ങി ആടിയത് കൊണ്ട് ഈ മരം സാധാരണ നദീതീരത്തേക്ക് ചായേണ്ടതിന് പകരം ഈ ബുദ്ധ സന്യാസികളുടെ മുകളിലേക്ക് ചാഞ്ഞു. ബുദ്ധ സന്യാസിനികളുടെ ഭവനത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞു. ഈ മുകളിലേക്ക് ചാഞ്ഞ മരം പിന്നെ പെട്ടെന്ന് വലുതായി. ഇത് കാണാൻ ഇത് ശല്യമായി മാറി. കാരണം ബുദ്ധ സന്യാസിനികള് തിരി തെളിക്കും, ഈ ആൽമരം ഇല പൊഴിക്കും, ഈ ഇല അവരുടെ തിരി കെടുത്തു. ഇത് സ്ഥിരം ശീലമായി കഴിഞ്ഞപ്പോൾ, ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും സന്യാസിനികൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബുദ്ധ ഞങ്ങൾക്ക് നിന്നെ ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ദേവപുത്രൻ എന്ന് പേരുള്ള മനുഷ്യപുത്രൻ അതിൽ നടന്നു പോവുകയായിരുന്നു. അപ്പൊ ഈ മനുഷ്യപുത്രൻ ഈ ആൽമരത്തിന് ചുറ്റും നടന്നു. ആ ദേവപുത്രന്റെ കാര്യം മനസ്സിലായി. ആരൊക്കെയോ തൂങ്ങി ആടിയത് കൊണ്ട് അതിന്റെ ആംഗിള് നന്നേ ചെരിഞ്ഞ് ഇങ്ങോട്ടേക്ക് നിൽക്കുന്നതാണെന്നും ആരൊക്കെയോ വലിച്ചു കെട്ടിയ തൂക്കുവേരുകൾ പാറക്കിടയിലുണ്ടെന്നും മനസ്സിലാക്കിയ ദേവപുത്രൻ ഈ തൂക്കുവേരിനെ വെട്ടിക്കളഞ്ഞു. പിന്നെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് മരത്തിന്റെ ഇടത്തുവശത്തെ ഒരു കാതൽ വേരും മുറിച്ചു കളഞ്ഞു. ഇന്നത്തേക്കും മരം നേരെ തിരിഞ്ഞ് കറങ്ങി അപ്പുറത്തേക്കായി ചാഞ്ഞു. പതുക്കെ പതുക്കെ നോക്കി നിൽക്കുമ്പം ഈ മരത്തിന് ചുറ്റും പുതിയ തളിരുകൾ വന്നു. അവിടെ മനുഷ്യര് നല്ല തണല് കണ്ടെത്തി. പതുക്കെ പതുക്കെ പാർക്കായി മാറി. അപ്പൊ ഈ
പ്രാർത്ഥിച്ച ബുദ്ധ സന്യാസിനികൾ തന്നെ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ വരികയും അവിടെ തിരി കത്തിക്കുകയും ഈ ആൽമരത്തിന്റെ തണലിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കാലങ്ങൾ കൊണ്ട് ഈ ശപിക്കപ്പെട്ട മരം അല്ലെങ്കിൽ ബുദ്ധിനികൾ പ്രാർത്ഥിച്ച് മാറ്റണമെന്ന് ആഗ്രഹിച്ച മരം അവരുടെ തന്നെ തണൽ മരമായി മാറി. ഞാൻ ഈ കഥ എഴുതി വെക്കാൻ കാരണം നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടി ചെറുപ്പത്തിൽ ഇങ്ങനെ ചൈൽഡ് അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതിയ ഒരു കഥയാണത്. അങ്ങനെ തന്നെ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. പാട്ട് ശരിക്കും അത് വേണോ? 2 വരി മൂളിയാലും. ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരു പാട്ട് പറയാമോ? സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട് പെട്ടെന്ന്. ഇങ്ങനെ കുഴപ്പമില്ല, നല്ല ധ്യാനത്തിലുള്ളത്. ജിത്തുവിന്റെ ഇഷ്ടം. അച്ഛനൊക്കെ ആവർത്തിപ്പിച്ച് ഇങ്ങനെ പാടിപ്പിക്കുന്ന ഒരു പാട്ടില്ല, ഇങ്ങനെ തുള്ളിയാമെൻ്റെ ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല് വാതുക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെൻ്റെ ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. നിങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് കണ്ണടച്ചിട്ട് എൻ്റെ കൂട്ടത്തിലൊന്ന് പാടാവോ? ഇങ്ങനെ മ്യൂട്ട് മാറ്റമൊന്നും വേണ്ട, അവിടെ തന്നെ ഇരുന്ന് പാടാവോ? തുള്ളിയാമെൻ്റെ ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല് വാതുക്കല് വെള്ളരിപ്രാവ് വാക്കുകൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെൻ്റെ ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല് തുള്ളിയാമെൻ്റെ ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. താങ്ക്സ് കേട്ടോ. ഒത്തിരി 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 സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നേ. സ്നേഹം. പറഞ്ഞു. സാർ ഒത്തിരി ഒത്തിരി സന്തോഷം. നല്ല അർത്ഥവത്തായ കഥയായിരുന്നു. അതുപോലെ തന്നെ വോയിസ് പാട്ട് നല്ല സൂപ്പറായിരുന്നു. അത് കേൾക്കണവർക്ക് മെൽറ്റ് ആയി പോവായിരുന്നു. ആ ഒരു വോയിസ് കേട്ടിരിക്കാൻ തോന്നി. സാറിന്റെ ആ ഒരു പാട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടാക്കി തന്ന കൃഷ്ണകുമാർ സാറിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. നല്ല പാട്ടായിരുന്നു സാർ. താങ്ക് യു സാർ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി പറയാണ്. ഇന്നത്തെ നല്ലൊരു വ്യാഴാഴ്ച വായനാഴ്ച അധ്യയനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. നന്ദി പറയുവാനായി 1ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയായ ലിമയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി തന്നെ ഈ ഒരു പരിപാടിക്ക് അവസരം ഒരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്ററായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മിസ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കൂടുകയും തന്റെ എഴുത്താനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത ജെ ക്രൈസ്റ്റ് വോൺ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. മാനസസഞ്ചരരെ എന്ന ധ്യാനചിന്താ പുസ്തകം വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച രഞ്ജിത വർഗീസിന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അക്ഷയ്ക്കും ഈ ഒരു പരിപാടി സുഗമമായി കൊണ്ടുപോയ മോഡറേറ്റർ അഞ്ജനയ്ക്കും സ്വാഗതം ആശംസിച്ച അപർണയ്ക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു പരിപാടി വിജയകരമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ ഇവിടെ ജോയിൻ ചെയ്ത വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.